السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ 6 ഈമാൻ കാര്യങ്ങൾ, ഈമാനിൻ്റെ 6 അടിത്തറകൾ. അവയിൽ 2 അടിത്തറകൾ അള്ളാഹുവിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസവും കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ മനസ്സിലാക്കി. 3-ാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ പ്രധാനമായും 4 അടിത്തറകളാണ് ഉൾക്കൊള്ളുന്നത്. 1-ാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വേദഗ്രന്ഥങ്ങൾ അവൻ്റെ നബിമാരുടെ മേൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അവ അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്ന് വിശ്വസിക്കുക. 2-ാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബുകളിൽ നിന്ന് നമുക്ക് പേര് അറിയിച്ചു തന്നിട്ടുള്ള കിതാബുകൾ ഏതെല്ലാമാണോ അവയിൽ പ്രത്യേകം വിശ്വസിക്കുക. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് നൽകപ്പെട്ടിരിക്കുന്നു. 3-ാമത്തെ കാര്യം ഈ കിതാബുകളിൽ അള്ളാഹു അറിയിച്ചു തന്ന കാര്യങ്ങൾ അവ അള്ളാഹു പറഞ്ഞതാണ് എന്ന് വ്യക്തമായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അവയെ സത്യപ്പെടുത്തുക, അവ സത്യമാണ് എന്ന് വിശ്വസിക്കുക. വിശ്വസിക്കേണ്ട കാര്യങ്ങളായി അള്ളാഹു എന്തൊരു കാര്യം ഈ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബിൽ പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്നാൽ, സഹീഹായി വന്നാൽ, അള്ളാഹു പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് വിശ്വസിക്കുക, സത്യപ്പെടുത്തുക, സത്യമാണെന്ന് അംഗീകരിക്കുക. 4-ാമത്തേത് ഈ കിതാബുകളിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച കൽപ്പനകളിൽ നസ്ഖ് ചെയ്യപ്പെടാത്തവ, ദുർബലമാക്കപ്പെടാത്ത കൽപ്പനകൾ അനുസരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് കിതാബുകളിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിതാബുകളിലെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആമുഖമായി വഹീനെ കുറിച്ച് പറയേണ്ടി വരും. വഹീ എന്നത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശത്തിന് പറയുന്ന പേരാണ് വഹീ. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും വഹീ എന്ന പദം വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരി ആരംഭിക്കുന്നത് തന്നെ കിതാബു ബദ്ഇൽ വഹീ, വഹീൻ്റെ ആരംഭം വിവരിക്കുന്ന അധ്യായം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം നമ്മുടെ ഈ ദീനിൻ്റെ അടിത്തറ വഹയാണ്. മനുഷ്യരുടെ ബുദ്ധിയോ അഭിപ്രായങ്ങളോ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങളോ ഒന്നുമല്ല. പിന്നെ എന്താണ് ദീനിൻ്റെ അടിത്തറ? വഹയാണ്, അള്ളാഹു അറിയിച്ചു തന്ന സന്ദേശം. ഇപ്പോൾ വഹീനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 1-ാമത്തെ കാര്യം, സഹോദരൻ, എന്താണ് വഹീ എന്ന് പറഞ്ഞാൽ? അറബി ഭാഷയിൽ വഹീ എന്ന് ഒരു കാര്യത്തിന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേഗതയിൽ ഒരു സന്ദേശം കൈമാറുന്നതിനാണ്. ഒരാൾക്ക് വേഗതയിൽ, അത് നാവുകൊണ്ട് പറഞ്ഞുകൊണ്ടാകാം, വിരലുകൾ കൊണ്ട് ചൂണ്ടിക്കൊണ്ടോ ആംഗ്യം കാണിച്ചുകൊണ്ടോ ഒക്കെ ഒരാൾക്കൊരു സന്ദേശം കൈമാറുകയും അത് രഹസ്യമായ രൂപത്തിൽ കൈമാറുകയും ചെയ്താൽ അതിന് വഹീ എന്ന് പറയാം. അതിനാണ് വഹീ എന്ന് പറയുന്നത്. ഇസ്ലാം ദീനിൽ വഹീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാരിൽ ആർക്കെങ്കിലും നൽകുന്ന സന്ദേശങ്ങളാണ്. അതിനാണ് വഹീ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൽ വഹീ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബിക്ക് നൽകുന്ന സന്ദേശത്തിനാണ് വഹീ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നൽകുന്ന വഹീൻ്റെ രൂപം എന്താണ് എന്ന് അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തു ശൂറായിൽ അള്ളാഹു പറയുന്നു, വമാ കാന ലിബശറിൻ അൻ യുകല്ലിമഹു അല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ
ഇന്നഹു അലിയുൻ ഹക്കീം. സൂറത്ത് ഷൂറയിലെ ഈ ആയത്താണ് വഹയിൻ്റെ വിഷയത്തിൽ അടിസ്ഥാനപരമായി വിവരിക്കപ്പെടാറുള്ള ആയത്ത്. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു തആല വഹയി 3 രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് അള്ളാഹു പറഞ്ഞതുപോലെ വമാ കാന ലിബശറിൻ അൻ യുകല്ലിമഹു അല്ലാഹു ഇല്ലാ വഹയ. അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന സന്ദേശം എങ്ങനെയായിരിക്കും? ഒന്നാമത്തേത് ഇല്ല വഹയൻ, വഹയായിരിക്കും. അള്ളാഹു നേരിട്ട് അവനും അവൻ്റെ ഇടയിലുള്ള അവൻ്റെ നബിക്കും ഇടയിൽ ഒരു മധ്യസ്ഥനെ നിശ്ചയിക്കാതെ അള്ളാഹു ഒരാൾക്ക് നേർക്ക് നേരെ ഒരു സന്ദേശം കൈമാറുക. അതാണ് ഒന്നാമത്തെ രൂപം. അള്ളാഹുവിനും നബിക്കും ഇടയിൽ ഒരു മധ്യസ്ഥനില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സന്ദേശം കൈമാറുക എന്നത്. അതിൽപ്പെട്ടതാണ് സ്വപ്നങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിൻ്റെ ആരംഭത്തിൽ അവിടത്തേക്ക് നുബുവത്ത് ലഭിക്കുന്നതിൻ്റെ ആദ്യത്തെ അടയാളമായി കണ്ടു തുടങ്ങിയത് സ്വപ്നങ്ങളായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, അവർ പറഞ്ഞു, അവ്വലു മാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹി അർറുയ സാലിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിൻ്റെ അടയാളങ്ങളായി ആദ്യമായി കാണിക്കപ്പെട്ടത് അർറുയ സാലിഹ, നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു. فكان لا يرى رؤيا إلا جاءت مثل فلق الصبح. അവിടുന്ന് ഏതൊരു സ്വപ്നം കണ്ടാലും അത് സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ തെളിമയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നങ്ങൾ പുലരുമായിരുന്നു. അവിടുന്ന് സ്വപ്നം കണ്ടാൽ അത് നേർക്ക് നേരെ പുലർന്നു കാണുന്നത് അവിടുന്ന് കാണുമായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ വന്നെത്തുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിരുന്നു. ഏതാണ്ട് 6 മാസത്തോളം ഈ രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവത്ത് ഹിറാ ഗുഹയിൽ സന്ദേശം ലഭിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് ഇസ്മായിലിനെ ബലിയർപ്പിക്കാനുള്ള കൽപ്പന വന്നത് ഈ രൂപത്തിലാണ്. സ്വപ്നത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് കൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് വഹയിൻ്റെ രൂപങ്ങളിൽ ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഔ മിൻ വറാഇ ഹിജാബ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഒരു മറക്കു പിറകിൽ നിന്നുകൊണ്ട് അവൻ്റെ നബിമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബിയോട് സംസാരിക്കുക എന്നതാണ്. ഇത് നബിമാരിൽ 3 പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും അവിടെ നിന്ന് അള്ളാഹു അവൻ്റെ കൽപ്പന ധിക്കരിക്കുകയും അദ്ദേഹത്തിന് അബദ്ധം പണയുകയും ചെയ്തതിന് ശേഷം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്ത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിൽ നിന്ന് ചില വാക്കുകൾ സ്വീകരിക്കുകയുണ്ടായി. അത് അള്ളാഹുവാണ് പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിച്ചവരിൽ ഒരാളാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാമത്തെയാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. അള്ളാഹു മൂസായോട് സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വലമ്മ ജാഅ മൂസ ലിമീഖാതിന വകല്ലമഹു റബ്ബുഹു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ കാണുന്നതിന് വേണ്ടി വന്നെത്തിയപ്പോൾ വകല്ലമഹു റബ്ബുഹു, റബ്ബ് അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. മൂന്നാമത്തേത് നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാര്യമാണ്. അവിടുന്ന് ഇസ്രാ മിഅ്റാജിൻ്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. വഹയിൻ്റെ രണ്ടാമത്തെ രൂപം അതാണ്. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നബിയുടെ മനസ്സിൽ നേർക്ക് നേരെ അവൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ഇട്ടുകൊടുക്കുക എന്നതാണ്. രണ്ടാമത്തേത് ഒരു മറക്കു പിറകിൽ നിന്ന് സംസാരിക്കുക എന്നതാണ്. മൂന്നാമത്തേത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇദ്നിഹി. അള്ളാഹു അവൻ്റെ പക്കൽ നിന്നുള്ള മലക്കുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദൂതനെ നിയോഗിക്കുകയും ഫയൂഹിയ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലെങ്കിൽ നബിമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബിക്ക് സന്ദേശം എത്തിച്ചു നൽകുകയും ചെയ്യുക എന്നതാണ്. ഇത്
ഈ ദൗത്യം പ്രധാനമായും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മറ്റു ചില മലക്കുകൾ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളുമായി നബിമാരുടെ അടുത്ത് വന്നെത്താറുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന സന്ദേശം നൽകുക എന്ന ഈ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ മുഴുവനായും അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു നൽകിയത് ജിബ്രീൽ മുഖേനയാണ്. അള്ളാഹു ഖുർആൻ സംസാരിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് കേൾക്കുകയും ആ കേട്ടതു പ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുക. ഇതാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ച രൂപം. ഖുർആനിൻ്റെ അവതരണം ഈ രൂപത്തിലായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എത്തിച്ചു നൽകിയിരുന്നത് 3 രൂപത്തിലാണ്. ഈ 3 ഏത് രൂപങ്ങളും അവിടത്തേക്ക് ഉണ്ടാകാറുണ്ട്. അതിലൊന്നാമത്തെ രൂപം ജിബ്രീൽ അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരിക എന്നതാണ്. അത് 2 തവണയാണ് സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണയാണ് ജിബ്രീലിനെ അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിൽ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ ജിബ്രീൽ എങ്ങനെയാണ് അങ്ങേക്ക് സന്ദേശം എത്തിച്ചു നൽകാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അഹ്യാനൻ യഅതീനി മിസ്ല സൽസലത്തിൽ ജറസ്. ചില സന്ദർഭങ്ങളിൽ ജിബ്രീൽ എനിക്ക് സന്ദേശം എത്തിക്കാറുള്ളത് ഒരു മണി കിലുങ്ങുന്ന ശബ്ദത്തോടു കൂടിയാണ്. അതുപോലെയായിരിക്കും ജിബ്രീലിൻ്റെ സന്ദേശം എനിക്ക് കേൾക്കുക. വഹുവ അശദ്ദുഹു അലൈ, അതാണ് എനിക്ക് ഏറ്റവും പ്രയാസകരമായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ കടുത്ത പ്രയാസം, ശാരീരികമായ പ്രയാസം നേരിടാറുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ കാണാം. സഹാബിമാരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ശരീരം ഒരു സഹാബിയുടെ തുടയുടെ മുകളിലായിരുന്നു, അവിടുത്തെ കാല്. അദ്ദേഹം പറയും, എനിക്ക് കഠിനമായ ഭാരം അനുഭവപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ സനുൽഖി അലൈക ഖൗലൻ സഖീല, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് നാം ഭാരമുള്ള ഒരു സന്ദേശം എത്തിച്ചു നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വഹി ഇറങ്ങുന്നതിൻ്റെ അടയാളമായിരുന്നു അവിടുത്തെ നെറ്റി വേർക്കുമായിരുന്നു എന്ന്. വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ അവിടുത്തെ നെറ്റി വേർക്കുമായിരുന്നു എന്നത് പല സന്ദർഭങ്ങളിലും സഹാബിമാർ നേരിട്ട് കണ്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഫയഫ്സിമു അന്നി വഖദ് വഅയ്തു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അത് എൻ്റെ അടുത്ത് നിന്ന് ആ ശബ്ദം നിലച്ചു കഴിയുമ്പോൾ ഞാൻ ഈ സന്ദേശം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സന്ദേശം എത്തിക്കുന്ന രണ്ടാമത്തെ രൂപം അതാണ്. മൂന്നാമത്തെ രൂപം ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വരാമെന്നുള്ളതാണ്. അത് പല സന്ദർഭങ്ങളിൽ സംഭവിച്ചിട്ടുമുണ്ട്. നമ്മൾ ഈ ദർസുകളുടെ ആരംഭത്തിൽ പറഞ്ഞ ഹദീസ് ജിബ്രീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്ന സമയത്തിന് ഉദാഹരണമാണ്. അഹ്സാബ് യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം, ഖന്ദഖ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്സാബ് യുദ്ധം. ആ യുദ്ധത്തിനിടയിലാണ് യഹൂദർ മുസ്ലിമീങ്ങളെ വഞ്ചിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അഹ്സാബ് യുദ്ധത്തിൻ്റെ അവസാനത്തിൽ വലിയ കാറ്റും കോളുമുണ്ടായി. പിന്നെ ഖുറൈശികൾ വലിയ സന്നാഹത്തോടുകൂടി വന്ന സൈന്യം ചിതറിയോടി, അവർ പരാജയപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മദീനയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഒരു കുതിരപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്നെത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്ത ഹദീസിൽ കാണാം, നിങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ചിരിക്കുകയാണോ? ഞങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ചിട്ടില്ല. ബനൂ ഖുറൈളയുടെ അടുത്തേക്ക് തിരിക്കാനുള്ള കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ നൽകുന്നത് ആ സന്ദർഭത്തിലാണ്. അങ്ങനെയാണ് അവിടുന്ന് അവരുടെ അടുത്തേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ മനുഷ്യരൂപത്തിൽ മലക്ക് വരിക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വഹി എത്തുന്ന രൂപങ്ങളിൽ പെട്ടതാണ്. ഇതാണ് വഹിയുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക വിവരണം. ശരി, കിതാബുകളിലുള്ള വിശ്വാസം. എങ്ങനെയാണ് കിതാബുകൾ വിശ്വസിക്കേണ്ടത്? 4 അടിത്തറകൾ നമുക്ക് പറയാം, 4 അടിസ്ഥാനങ്ങൾ. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാരിൽ ചിലർക്ക് ചില കിതാബുകൾ ഇറക്കി നൽകിയിട്ടുണ്ട്. അവയെല്ലാം അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്.
എന്ന് വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാരിൽ ചിലർക്ക് ചില കിതാബുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കിതാബുകളെല്ലാം അള്ളാഹുവിൻ്റെ സംസാരമാണ്. കിതാബുകളായി അള്ളാഹു അവതരിപ്പിച്ചതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്. ഉദാഹരണത്തിന് തൗറാത്ത് അള്ളാഹുവിൻ്റെ സംസാരമാണ്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹി. മുഅ്മിനീങ്ങളെ, ഒരു വിഭാഗം യഹൂദർ നിങ്ങളിൽ വിശ്വസിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ? അവരുടെ അവസ്ഥ എന്താണ്? വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ്. അവരിലൊരു കൂട്ടർ അള്ളാഹുവിൻ്റെ കലാം കേൾക്കുന്നവരായിരുന്നു. സുമ്മ യുഹർരിഫൂനഹു, എന്നിട്ടത് ദുർവ്യാഖ്യാനിക്കുന്നവരായിരുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞത് ഏതിനെക്കുറിച്ചാണ്? തൗറാത്തിനെ കുറിച്ചാണ്. ഖുർആൻ്റെ തഫ്സീറിൽ, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുൻഗാമികളിൽ പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ കലാം എന്ന് ഉദ്ദേശിച്ചത് തൗറാത്താണ്. അപ്പോൾ തൗറാത്ത് അള്ളാഹുവിൻ്റെ കലാമിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അത്തൗബയിൽ പറഞ്ഞു, വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാം അല്ലാഹ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു, വഇൻ അഹദും മിനൽ മുശ്രികീൻ, യുദ്ധത്തിനിടയിൽ ബഹുദൈവാരാധകരിൽപ്പെട്ട നിങ്ങളുടെ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ ഇസ്തജാറക, അവർ നിങ്ങളോട് സംരക്ഷണം തേടിയാൽ ഫഅജിർഹു, അവർക്ക് സംരക്ഷണം നൽകുക. സുബ്ഹാനല്ലാഹ്, ഇത് ഇസ്ലാമിലെ ജിഹാദുമായി ബന്ധപ്പെട്ട മഹത്തരമായ കൽപ്പനകളിലൊന്നാണ്. ഒരു മുശ്രിക്കായ ഒരാൾ യുദ്ധത്തിനിടയിൽ അവർ പറയുന്നത്, ഞങ്ങൾ സംരക്ഷണം ആവശ്യപ്പെടും, ഞങ്ങൾ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ല, അവർ സമാധാന സന്ധിയിൽ ഏർപ്പെടാൻ തയ്യാറാവുകയാണ്. അതിൻ്റെ സൂചന അവരിൽ നിന്നുണ്ടായാൽ ആ സമാധാന സന്ധി സ്വീകരിക്കാനാണ് മുസ്ലിമീങ്ങൾ മുൻഗണന നൽകേണ്ടത്. ഫുഖഹാക്കളിൽ ചിലർ പറഞ്ഞേക്കണം, ഉദാഹരണത്തിന് പഴയകാലത്തെ യുദ്ധങ്ങളിൽ പിന്നെ സമാധാനം അല്ലെങ്കിൽ സന്ധി സംഭാഷണത്തിൻ്റെ അടയാളമായി വെളുത്ത തുണി വീശി കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർ പറയണം, ഫുഖഹാക്കളിൽ ചിലർ പറഞ്ഞതായി കാണാം, ശത്രുക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവൻ്റെ തുണി ഉണക്കാനിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വെള്ള തുണി എടുത്തിട്ട് വീശിയതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നാൻ അവർ ഒരു സമാധാന സന്ധിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നിയാൽ, സംശയമുണ്ടായാൽ അത് ഉറപ്പുവരുത്തണം. അത് സംശയത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല അനിവാര്യ സാഹചര്യങ്ങളിൽ അംഗീകരിച്ചതാണ്. അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. അള്ളാഹു പറയണം, അങ്ങനെ അവർ സംരക്ഷണം ആവശ്യപ്പെട്ടാൽ ഫഅജിർഹു, സംരക്ഷണം കൊടുക്കണം. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുന്നത് വരെ. അപ്പം അള്ളാഹുവിൻ്റെ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കേൾപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുക്കും. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുന്നത്. ഇത് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അവൻ്റെ സംസാരമാണ് എന്നതിന് വ്യക്തമായ തെളിവാണ് ഈ ആയത്ത്. മുൻഗാമികൾ പണ്ഡിതന്മാർ ഈ ആയത്ത് അതിന് തെളിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. കിതാബുകൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അള്ളാഹു ചില കിതാബുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് വിശ്വസിക്കലാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല പേരറിയിച്ചു തന്ന കിതാബുകൾ, ആ കിതാബുകൾ അതുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ, വിവരണങ്ങൾ, അതിൽ പ്രത്യേകം വിശ്വസിക്കുക. സഹോദരങ്ങളെ, പൊതുവെ ഈമാനിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയും, ഈമാൻ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഈമാനുൻ മുജ്മൽ, പൊതുവായ ഈമാൻ, അല്ലെങ്കിൽ ഒരു ഏകദേശ ധാരണ നൽകുന്ന വിശ്വാസം. ഒരു ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാധാരണക്കാരൻ, ഒരു പുതു മുസ്ലിം, അല്ലെങ്കിൽ ദീൻ പഠിച്ചു തുടങ്ങുന്ന ഒരാൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ മുജ്മലായ ഈമാനാണ്. ഈമാനുൻ മുജ്മൽ. എന്താ ഈമാൻ മുജ്മൽ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അത്രേ അവൻ അറിയുള്ളൂ. മറ്റ് വിശദാംശങ്ങളൊന്നും അവന് പലപ്പോഴും അറിയുന്നുണ്ടായിരിക്കില്ല, പ്രത്യേകിച്ച് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ. അതുകൊണ്ടാണ് മുസ്ലിമായ ആളുകളോട് പണ്ഡിതന്മാർ പറയും, രണ്ട് വിഭാഗം ആളുകൾ: ഒന്ന് ഈമാൻ വളരെ ദുർബലമായ ആളുകൾ, രണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ. ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ ഈമാൻ വളരെ ദുർബലമായ സ്ഥിതിയിലായിരിക്കും ഉണ്ടാവുക. കാരണം എന്തുകൊണ്ടാണ്? ഇത് പഠിക്കാത്തതുകൊണ്ടാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇത് പഠിക്കാത്ത ഒരുവൻ്റെ ഈമാനും പഠിച്ച ഒരുവൻ്റെ ഈമാനത്തിൽ വ്യത്യാസമുണ്ട്. ഇതിലേതു കാര്യം നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈമാൻ വർദ്ധിക്കുന്നുണ്ട്.
ഈമാൻ അധികരിക്കുന്നുണ്ട്. നിങ്ങൾ ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യം കേൾക്കുകയും ഞാനതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മനസ്സിനോട് പറയുകയും ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഈമാൻ മുൻപുള്ളതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, അത് അധികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമായ ആളുകൾ ഈമാൻ കാര്യങ്ങൾ പഠിക്കുക അത്യാവശ്യമാണ്. മുസ്ലിമീങ്ങൾ ഈ വിഷയം, ഈ അർക്കാൻ ഈമാൻ സിത്ത, ഈമാനിൻ്റെ അടിസ്ഥാനങ്ങളായി ഈ 6 കാര്യങ്ങൾ പലപ്പോഴും നിസ്സാരമായി കാണാറുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആളുകൾ ഇത്തരം വിജ്ഞാനങ്ങളുടെ കാര്യം പലപ്പോഴും നിസ്സാരമായി കാണും. ഇന്ന് മുസ്ലിങ്ങൾപ്പെട്ട ചില ആൾക്കാരോട് നിങ്ങൾ പോയിട്ട് വലിയ വലിയ വിഷയങ്ങൾ ചോദിച്ചോളൂ, ചിലപ്പോൾ പണ്ഡിതന്മാരോട് പോലും ചോദിച്ചാൽ ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ വരെ അവർക്ക് അറിയണ്ടായിരിക്കും. എന്നാൽ ആ 6 ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ വല്ലാഹി സത്യം, അള്ളാഹു സത്യം, നല്ല ദീനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളോട് വരെ ചോദിച്ചപ്പോൾ ഉള്ള അനുഭവം എന്താണ്? ചിലപ്പോൾ ഇത് കിട്ടില്ല എന്നുള്ളതാണ്. 6 ഈമാൻ കാര്യങ്ങൾ എന്താണ്? 5 ഇസ്ലാം കാര്യങ്ങൾ ഏതാണ്? ഇസ്ലാം കാര്യം എത്രയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 6 ആണോ 5 ആണോ എനിക്ക് ഉറപ്പില്ല. ഈമാൻ കാര്യം എത്രയാണ്? അത് ക്രമത്തിൽ പറയാൻ പറഞ്ഞാൽ അള്ളാഹുള്ള വിശ്വാസം, പിന്നെ എന്താണ് ക്രമം പലർക്കും അറിയില്ല. ഇങ്ങനെ ആവാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ ദീൻ പഠിക്കാൻ വന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന ആദ്യത്തെ കാര്യങ്ങളാണ്, പ്രാഥമിക വിഷയമാണ്. ഇതിൻ്റെ പ്രാധാന്യം ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഇതിലേത് വിഷയം പഠിക്കുമ്പോഴും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈമാൻ 2 രൂപത്തിലാണ്. ഒന്ന് ഈമാൻ മുജ്മൽ, പൊതുവായ വിശ്വാസം, അതെല്ലാവർക്കും ഉണ്ടായിരിക്കണം. മുസ്ലിമാണോ അവന് ഇതുണ്ടായിരിക്കണം. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ വിശ്വസിക്കും. ഇതാണ് ഈമാൻ മുജ്മൽ. ഈമാനുൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ പിന്നീട് നീ ദീൻ പഠിക്കുമ്പോൾ അള്ളാഹും അവൻ്റെ റസൂലും എന്തൊരു കാര്യം പറഞ്ഞു എന്ന് അറിയുമ്പോഴും ഉടനെ നീ അതിൽ വിശ്വസിക്കണം. അപ്പോൾ നീ വിശ്വസിക്കാൻ തരുന്നു. നിൻ്റെ വിശ്വാസം നീ എപ്പോഴും നിൻ്റെ ഹൃദയം തയ്യാറാക്കി വെക്കണം. അള്ളാഹുവിൻ്റെ റസൂലും എന്തൊരു കാര്യം പറഞ്ഞാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതാണ് ഈമാൻ മുഫസ്സൽ. പുതിയ എന്തൊരു കാര്യം കേൾക്കുമ്പോൾ നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്നറിഞ്ഞാൽ ഉടനെ വിശ്വസിക്കണം. അതില്ലാതെയായിക്കില്ല സഹോദരങ്ങൾ. ഇവിടെയാണ് പലർക്കും പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. ചില ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അല്ലെങ്കിൽ ഹിദായത്ത് കിട്ടിയപ്പോൾ ആ കാലത്ത് പഠിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ അവനത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. ഞാൻ ഇത്രയും കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആരാണെന്നതിൻ്റെ വിചാരം, എന്നോടാണോ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്? എനിക്ക് ഇതൊന്നും പറ്റില്ല, ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? നീ പഠിക്കാത്തതിൻ്റെ കുറവല്ലേ? ദീനിലെ എല്ലാ വിവരങ്ങളും ഒരേ സമയം അറിയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിക്കുമ്പോഴല്ലേ മനസ്സിലാക്കുക. അപ്പോൾ പഠിക്കുന്നതിനനുസരിച്ച് അത് വിശ്വസിക്കാൻ തയ്യാറാകണം. ഞാൻ അന്ന് കേട്ടിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അവരുടെ ഉപമ ഏതുപോലെയാണ് അവരുടെ ഉപമ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിബ്ല മാറ്റാൻ പറഞ്ഞു, അല്ലേ? മസ്ജിദിൽ എവിടേക്കായിരുന്നു ആദ്യത്തെ ഖിബ്ല ഉണ്ടായിരുന്നത്? മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ അങ്ങയുടെ ആഗ്രഹം കഅബയിലേക്ക് ഖിബ്ലയാകാനായിരുന്നു എന്ന് എനിക്കറിയാം. നാം അത് അറിഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ, മക്കയിൽ നിസ്കരിക്കുമ്പോൾ എപ്പോഴും അവിടുന്ന് തിരഞ്ഞെടുത്തിരുന്നത് മസ്ജിദുൽ അഖ്സയുടെയും അവിടുത്തെയും ഇടയിൽ കഅബ വരുന്ന രൂപത്തിലാണ് അവിടെ നിസ്കരിക്കാറുണ്ടായിരുന്നത്. മസ്ജിദുൽ അഖ്സയിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കുന്നതെങ്കിലും കഅബയുടെ പിറകിൽ നിന്നുകൊണ്ടാണ് അവിടെ നിസ്കരിച്ചിരുന്നത്. അവിടത്തേക്ക് ആഗ്രഹമുണ്ടായിരുന്നു കഅബ ഖിബ്ലയാകണമെന്ന്. അങ്ങനെ ഖിബ്ല മാറ്റി. ഖിബ്ല മാറിയതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചിരുന്ന ചില ആളുകൾ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, മുർത്തദ്ദായിപ്പോയി. അതിന് ഒരു പരിധിവരെ ജൂതന്മാർ കാരണമായി. അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം നിസ്കരിച്ചിരുന്നത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്, ഇപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്നത് കഅബയിലേക്കാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് നിസ്കരിച്ച നിസ്കാരമൊക്കെ ബാത്തിലായി. അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ട് മരിച്ചുപോയ കുറേ ആളുകളുണ്ട്. അവരുടെ നിസ്കാരം ഇപ്പം എന്താ അവസ്ഥ? ഇപ്പം നിങ്ങൾ നിയമം മാറ്റിയില്ലേ? അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചത്. വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനക്കും. അള്ളാഹു നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും പാഴാക്കുകയില്ല. മസ്ജിദുൽ അഖ്സയിലേക്ക് അന്ന് തിരിഞ്ഞ് നിസ്കരിച്ച ആൾക്കാർക്ക് അവരുടെ നിസ്കാരം സ്വീകാര്യമാണ്.
കാരണം അവർക്ക് അന്ന് ലഭ്യമായതാണ് അവർ സ്വീകരിച്ചത്. പിന്നീട് മനസ്സിലായപ്പോൾ തിരുത്തേണ്ട ആളുകൾ തിരുത്തണം. ഇങ്ങനെ ദീനിൽ എന്ത് കാര്യം ഇതുപോലെയാണ്. ഇതിനാണ് ഈമാനുൻ മുഫസ്സൽ എന്ന് പറയുക. ഈ ഈമാനുൻ മുഫസ്സലാണ് പലപ്പോഴും മുനാഫിക്കുകളെ പുറത്തു കൊണ്ടുവന്നിരുന്നത്. മുനാഫിക്കുകൾ പുറത്തു വന്നിരുന്നത് ഇങ്ങനെയാണ്. ഖുർആനിലൊരു ആയത്ത് അവതരിക്കും. ഖുർആൻ ആയത്ത് നിങ്ങൾക്ക് കാണാം. ചില ആയത്തുകൾ അവതരിച്ചാൽ മുനാഫിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയും, അയ്യുക്കും ജാദത്തു ഹാദിഹി ഈമാന, ഈ ആയത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? അള്ളാഹു പറയുന്നു, അമ്മല്ലദീന ഫീ, എന്നാൽ ഈമാനുള്ള ആളുകൾ, അള്ളാഹുൽ വിശ്വസിച്ച ആളുകൾ, ഫസാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ ഈ ആയത്ത് കേട്ടപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവങ്ങൾ ഒന്നെന്താണ്? ഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ട് സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. എങ്ങനെയാണ് ഈമാൻ വർദ്ധിക്കുന്നത്? അവരതിൽ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ. സഹോദരങ്ങളെ, വിശ്വാസം എന്നത് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ ഉടനടി വിശ്വസിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ ഉടനടി വിശ്വസിക്കുക എന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. അമലുകളെക്കാൾ പ്രാധാന്യം അതിനാണുള്ളത്. എന്നാൽ അമലിന് പ്രാധാന്യം ഇല്ല എന്നല്ല, പക്ഷെ അമലിനേക്കാൾ അതിന് പ്രാധാന്യമുണ്ട്. ചില ആളുകളെങ്കിലും ഇത് ഗൗരവത്തിലെടുക്കാറില്ല. സൂറത്തുൽ ബഖറ നോക്കൂ നിങ്ങൾ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഖീമുന സ്സലാത്ത് എന്നാണ് പറഞ്ഞത്. അല്ല, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ ക്വാളിറ്റിയായി പറഞ്ഞത് ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ സമഅൻ വ ത്വാഅ, കേൾക്കാൻ അനുസരിക്കുക, എതിര് പറയരുത്, സംശയിക്കരുത്, സംശയം കാണിക്കരുത്, ഹൃദയത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉടലെടുക്കാൻ അത് കാരണമാകരുത്. അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും യഖൂലു സമഅന വഅതഅന. മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത്ര മാത്രമായിരിക്കും. അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഇതല്ലാതെ പറയാൻ പാടില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് രണ്ടാമത്തെ അടിത്തറ. അതായത് അള്ളാഹു ഏതൊരു കാര്യം, ഏതൊക്കെ കിതാബുകൾ പേര് പറഞ്ഞോ, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെ പറഞ്ഞോ, അത് കേൾക്കുമ്പോൾ അതിൽ വിശ്വസിക്കാം. ഒന്നാമത്തെ കിതാബ് തൗറാത്താണ്. പേര് പറയപ്പെട്ട കിതാബുകളിൽ ചരിത്രപരമായി ആദ്യത്തെ കിതാബ് തൗറാത്താണ്. തൗറാത്ത് ബനു ഇസ്രായേലുകാർക്ക് നൽകപ്പെട്ട കിതാബുകളിൽ ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥമാണ്. അവരുടെ കിതാബുകളുടെ അടിത്തറ തൗറാത്തായിരുന്നു. തൗറാത്ത് പ്രധാനമായും ഉൾക്കൊണ്ടിരുന്നത് വിധിവിലക്കുകളാണ്. പ്രധാനമായും അതിൻ്റെ ഉള്ളടക്കം വിധിവിലക്കുകളായിരുന്നു. ഏതൊക്കെ ഹലാൽ, ഏതൊക്കെ ഹറാം, വലിയ ഗ്രന്ഥമായിരുന്നു അത്. ധാരാളം വിധിവിലക്കുകൾ അതിലുണ്ടായിരുന്നു. ബനു ഇസ്രായേലുകാർ തൗറാത്ത് പ്രകാരമാണ് വിധി കൽപ്പിച്ചിരുന്നത്. നബിമാർ വിധി കൽപ്പിച്ചിരുന്നത് തൗറാത്ത് പ്രകാരമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന നബിമാർ യഹ്കുമു ബിഹൻ നബിയ്യൂന മിൻ ബഅദിഹി, മൂസാ നബി അദ്ദേഹത്തിന് ശേഷം അലൈഹി സ്വലാത്തു വസ്സലാം വന്ന നബിമാർ വിധി കൽപ്പിച്ചിരുന്നത്, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിച്ചിരുന്നത് തൗറാത്ത് പ്രകാരമായിരുന്നു. അള്ളാഹു ഖുർആനിൽ പലയിടത്തും തൗറാത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. തൗറാത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന്, അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടത് ഏടുകളിൽ എഴുതപ്പെട്ട രൂപത്തിലാണ്. ഖുർആനും തൗറാത്തും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നാണത്. ഖുർആൻ അവതരിച്ചത് ഘട്ടങ്ങളായാണ്, മുനജ്ജമായാണ്. പല അവസരങ്ങളിൽ ചോദ്യത്തിന് ഉത്തരം, യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു നബിയെ, അതിന് ഉത്തരം ഇതാണ്. ഒരു കാര്യം സംഭവിച്ചാൽ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്, ഇത് തസ്തഗീസൂന റബ്ബക്കും, ബദർ നടന്നപ്പോൾ മുശ്രിക്കുകൾ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അതിന് മറുപടി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ചില സമയത്ത് വിധിവിലക്കുകൾ പിന്നെ നേർക്ക് നേരെ പറഞ്ഞുകൊണ്ട്, ചില സമയത്ത് ചരിത്രം വിവരിച്ചുകൊണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഘട്ടം ഘട്ടമായാണ്. അതിൽ തന്നെ ഒരു സൂറത്ത് ചിലപ്പോൾ അവതരിക്കുക, അതിൻ്റെ ഇടയിൽ കുറച്ച് ആയത്തുകൾ വരും, പിന്നെ അതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ആയത്തുകൾ വരും, പിന്നെ അതിൻ്റെ അവസാനത്തിൽ കുറച്ച് ആയത്തുകൾ, ചിലപ്പോൾ ഇടയിൽ ചെറിയ ആയത്തുകൾ ചേർക്കും. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന് പണ്ഡിതന്മാരിൽ ചിലർ ഇത് തെളിവാക്കിയിട്ടുണ്ട്.
കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുസ്തകം രചിക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ രചിക്കുക എന്നുള്ളത് സാധ്യമാണ്. പക്ഷേ പലയിടത്തായി ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ ഒരു കൃത്യമായ ഗ്രന്ഥം പോലെ വായിക്കാവുന്ന രൂപത്തിൽ ഒരു പുസ്തകം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന് സാധിക്കില്ല. ഇടയിൽ കുറച്ചായത്ത്, പിന്നെ ആദ്യം കുറച്ചായത്ത്, പിന്നെ അവസാനത്തിൽ കുറച്ചായത്ത്. എന്നിട്ട് ഇതൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിക്കുമോ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അവതരിച്ചാണ്, ഇത് ഇടയിൽ വന്നതാണ്? അങ്ങനെയില്ല. എല്ലാം കണ്ടു കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ, പാരായണം ചെയ്താൽ എല്ലാം ഒരേ തുടർച്ചയിൽ വന്നതുപോലെയാണ് തോന്നിക്കുക. അതാകട്ടെ ചെറിയ സമയം കൊണ്ടാണോ? അല്ല, 23 വർഷം കൊണ്ടാണ്. ഇങ്ങനെ അവതരിക്കപ്പെടുക എന്നത് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് തെളിവാണ്. തൗറാത്ത് അത് അവതരിപ്പിക്കപ്പെട്ടത് ഏടുകളിൽ എഴുതപ്പെട്ട രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകതബ്നാ ലഹു ഫിൽ അൽവാഹ്, വകതബ്നാ ലഹു ഫിൽ അൽവാഹ്, മൂസയ്ക്ക് നാം ഏടുകളിൽ എഴുതി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് അവൻ്റെ കൈകൾ കൊണ്ട് എഴുതിയതാണ് എന്ന ഹദീസുകളിൽ വേറെയും വന്നിട്ടുണ്ട്. ഖുർആനിലെ ഈ ആയത്തും അതിന് തെളിവാണ്. അള്ളാഹു എഴുതിക്കൊണ്ടാണ് തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയത്. തൗറാത്തിൻ്റെ മഹത്വങ്ങളിൽപ്പെട്ടതാണ്. വേറെ ഹദീസ്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മൂസയോട് പറഞ്ഞതായി കാണാം, യാ മൂസ ഇസ്തഫാക അല്ലാഹു ബികലാമിഹി വഖത്ത ലക തൗറാത ബിയദിഹി. മൂസ, അള്ളാഹു നിന്നോട് പ്രത്യേകമായി സംസാരിച്ചിരിക്കുന്നു, നിനക്ക് അള്ളാഹു തൗറാത്ത് അവൻ്റെ കൈകൾ കൊണ്ട് എഴുതി തന്നിരിക്കുന്നു. അങ്ങനെ തന്നെ ഹദീസിൽ വന്നതായിരിക്കണം. തൗറാത്തിൻ്റെ കാര്യം ഇതാണ്. തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാമക്ക് നൽകപ്പെട്ട ഗ്രന്ഥമാണ്. അതിൻ്റെ ഉള്ളടക്കം പ്രധാനമായും വിധിവിലക്കുകളാണ്. അതല്ലാത്ത കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. രണ്ടാമത്തേത് ഇഞ്ചീലാണ്. ഖുർആനിന് മുൻപ് അവതരിപ്പിക്കപ്പെട്ടത് ഇഞ്ചീലാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടതാണ് ഇഞ്ചീൽ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വഖഫൈന അലാ ആഥാരിഹിം ബിഈസ ഇബ്നു മർയമ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്തി വആതൈനാഹുൽ ഇൻജീൽ. ഈസക്ക് നാം ഇഞ്ചീൽ നൽകിയിരിക്കുന്നു. ഇഞ്ചീൽ അതിൽ കാര്യമായി ഉണ്ടായിരുന്നത് ഉപദേശങ്ങളാണ്, മൗഇളത്തുകളാണ്. ഹൃദയത്തെ ലോലമാക്കുന്ന, മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, ഐഹിക ജീവിതത്തിൽ വിരക്തി ഉണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യം പറയുന്ന, മനസ്സിനെ ലോലമാക്കുന്ന, സംസ്കരിക്കുന്ന അത്തരം കാര്യങ്ങളാണ് ഇഞ്ചീലിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കമായിട്ട് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തൗറാത്തിൽ മുൻപുണ്ടായി അവതരിപ്പിക്കപ്പെട്ട ചില വിധികളിൽ വ്യത്യാസങ്ങൾ ഇഞ്ചീലിൽ വന്നിട്ടുണ്ട്. ചില വിധികൾ, തൗറാത്തിലെ ചില വിധികൾ ഇഞ്ചീലിലൂടെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബനു ഇസ്രായേലുകാർ മറച്ചു വച്ചിരുന്ന ചില കാര്യങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഞ്ചീലിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇഞ്ചീൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട ഗ്രന്ഥമാണ്. ഈ രണ്ട് കിതാബുകളിലുമുള്ള ഒരു പൊതുവായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ്. അത് തൗറാത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇഞ്ചീലിലും ഉണ്ടായിട്ടുണ്ട്. രണ്ട് കിതാബുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. ഇന്നും തൗറാത്തിൻ്റെ ലഭ്യമായ പതിപ്പുകളിലുള്ള അതിൻ്റെ ഹീബ്രു പഠനവും മറ്റുമൊക്കെ നടത്തുന്ന ആളുകൾ, അതിൽ പഠനം നടത്തിയ അവർ പറഞ്ഞതായി കാണാം, ഇത് മക്കയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെത്തുന്ന സ്ഥലത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല വിശേഷണങ്ങളും തൗറാത്തിൽ ഇന്നും ഒരു മാറ്റിമറിച്ചിട്ട് വരെ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. മാറ്റിമറിച്ചതിന് ശേഷം വരെ ഇപ്പോഴും അതിൽ പലതും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവർ തൗറാത്തും ഇഞ്ചീലും അതിന് സംഭവിച്ച അതിൻ്റെ ആളുകൾ, യഹൂദർ, നസാറാക്കൾ, അവർ ചെയ്ത വലിയ അതിക്രമങ്ങളിലൊന്ന് അവരുടെ വിവർത്തനത്തിൽ അവർ ചെയ്ത അപരാധമാണ്. പൊതുവെ നമ്മളിപ്പോൾ ഒരു പുസ്തകം വിവർത്തനം ചെയ്യുമ്പോൾ പേരുകൾ ആരെങ്കിലും വിവർത്തനം ചെയ്യും? ഇല്ല, പേര് വിവർത്തനം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ജമീൽ എന്ന് പേരുള്ള ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ സുന്ദരനായ ഒരാൾ വന്നു എന്നാരെങ്കിലും പറയുമല്ല, ജമീൽ എന്ന പേരാണ്, അത് വിവർത്തനം ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവർ തൗറാത്തും ഇഞ്ചീലിൻ്റെയും വിവർത്തനങ്ങളിൽ കൈകടത്തിയപ്പോൾ ഇവരെല്ലാം വിവർത്തനം ചെയ്തു. അതിൽ പലപ്പോഴും പേര് വരെ വിവർത്തനം ചെയ്താണ്.
പേര് വരെ വിവർത്തനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അതേ രൂപത്തിൽ എങ്ങനെയാണ് ഉച്ചരിക്കപ്പെട്ടത് ആ രൂപത്തിൽ തന്നെ അതിലുണ്ടായിരുന്നു. പക്ഷേ അത് അവർ പിന്നീട് മാറ്റിമറിച്ചതാണ് എന്ന് തൗറാത്തിൻ്റെ ചില ഏടുകൾ പരിശോധിച്ച പണ്ഡിതന്മാർ പഴയ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഇത് രേഖപ്പെടുത്തിയതായി കാണാം. മൂന്നാമത്തെ ഗ്രന്ഥം സബൂറാണ്. സബൂർ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ടതാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, സബൂറിൽ ഉണ്ടായിരുന്നത് ദിക്റുകളായിരുന്നു കാര്യമായി. ഹംദും തസ്ബീഹും തഹ്ലീലും തക്ബീറും ഒക്കെ അടങ്ങുന്നതായിരുന്നു സബൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, ഖുഫിഫ അലാ ദാവൂദ് അൽ ഖുർആൻ, ദാവൂദിന് സബൂറിൻ്റെ പാരായണം അള്ളാഹു എളുപ്പമാക്കി നൽകിയിരുന്നു. ഫകാന യഅ്മുറു ബിദവാബിഹി ഫതുസ്റജ്, അദ്ദേഹം തൻ്റെ മൃഗത്തെ ഒരുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഫയഖറഉൽ ഖുർആന ഖബ്ല അൻ തുസ്റജ ദവാബു, ആ മൃഗത്തെ ഒരുക്കി നിർത്തുന്നതിന് മുൻപ് തൻ്റെ സബൂർ അദ്ദേഹം പാരായണം ചെയ്ത് തീർക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബൂറിനെ കുറിച്ച് പറഞ്ഞതായി കാണാം. ദാവൂദ് നബിയുടെ പാരായണം വളരെ മനോഹരമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ ചിലരോട്, മനോഹരമായ പാരായണമുള്ള സഹാബിമാരിൽ ചിലരോട് പറഞ്ഞതായി കാണാം, നിനക്ക് ദാവൂദിന് നൽകപ്പെട്ട മനോഹരമായ ശബ്ദത്തിൽ നിന്നൊരു പങ്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ചിലരുടെ പാരായണത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതായി കാണാം. ഇതാണ് മൂന്നാമത്തെ ഗ്രന്ഥം. നാലാമത്തേത് സുഹഫ് ഇബ്രാഹിം വ മൂസ. രണ്ട് സ്ഥലത്ത് അള്ളാഹു ഖുർആനിൽ ഈ പേര് പറഞ്ഞിട്ടുണ്ട്, സുഹഫ് ഇബ്രാഹിം മൂസ. സുഹഫ് എന്ന് പറഞ്ഞാൽ ഏടുകൾ. ഇബ്രാഹിം നബിക്കും മൂസ നബിക്കും നൽകപ്പെട്ട ചില ഏടുകൾ. സൂറത്തുൽ നജ്മിലെ 36 മുതലുള്ള ആയത്തിലും പിന്നെ എവിടെയുള്ളത് സൂറത്തുൽ അലായിലെ ആയത്തുകളിലും അവസാനത്തെ ആയത്തുകളിലും സുഹഫ് ഇബ്രാഹിം വ മൂസ എന്ന പരാമർശം വന്നിട്ടുണ്ട്. സൂറത്തു അന്നജ്മിൽ അള്ളാഹു പറഞ്ഞു, അം ലം യുനബ്ബ ബിമാ ഫി സുഹഫി മൂസ വ ഇബ്രാഹിം അല്ലദി വഫ, ഇബ്രാഹിമിന് മൂസക്കും നൽകപ്പെട്ട ഏടുകൾ അതിലുള്ള ഉള്ളടക്കം എന്താണ് എന്ന് ഈ രണ്ട് സ്ഥലങ്ങളിലും സൂറത്തു നജ്മിലുമുണ്ട് സൂറത്തുൽ അലായിലും അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞതായി കാണാം അതിൽ കാര്യമായി ഉണ്ടായിരുന്നത് ചില യുക്തിദീക്ഷ അടങ്ങുന്ന ഹിക്മത്തുകളായിരുന്നു, ചില പാഠങ്ങൾ, അങ്ങനെയുള്ള ലളിതമായ ചില മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ചില ഗുണപാഠങ്ങൾ, ഇങ്ങനെയുള്ള കാര്യമായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു മൂസയുടെ ഏടുകൾ കൊണ്ട് ഉദ്ദേശം തൗറാത്താണ്, വേറെ ചിലർ പറഞ്ഞു അല്ല, അതുകൊണ്ട് ഉദ്ദേശം തൗറാത്തല്ല, തൗറാത്തിന് മുൻപ് നൽകപ്പെട്ട ചില ഏടുകളാണ് എന്ന് പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൻ്റെ കാര്യത്തിൽ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മൂസാ നബിയുടെയും ഏടുകളുടെ കാര്യം. എത്ര കിതാബുകളായി? തൗറാത്ത്, ഇൻജീൽ, സബൂർ, സുഹഫ് ഇബ്രാഹിം വ മൂസ. ഇതിലുള്ള ഉള്ളടക്കങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അവസാനത്തെ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഉള്ളടക്കങ്ങളെക്കുറിച്ചൊക്കെ ശ്രദ്ധിച്ചില്ലേ? വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളുകയും അതിൽ അധികരിപ്പിക്കുകയും ചെയ്തു. അതിൽ കൂടുതലുമുണ്ട്, ഇതിലൊന്നുമില്ലാത്തത് ഖുർആനിലുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സൂറത്ത് പോലൊന്ന് തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഖുർആനിൽ തന്നെയോ അവതരിപ്പിച്ചിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹ പോലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഗ്രന്ഥം ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ പരിഗണന ബോധ്യപ്പെടുന്ന കാര്യങ്ങൾപ്പെട്ടതാണ്. ഖുർആൻ അജീബായ ഗ്രന്ഥമാണ്, അതുപോലൊന്നും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. മനുഷ്യരെ അള്ളാഹു വെല്ലുവിളിക്കാണ്. നോക്കൂ, തൗഹീദ് കൽപ്പിച്ചതിന് ശേഷം വെല്ലുവിളിയാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. എന്താ ഒരു വെല്ലുവിളി നോക്കൂ നിങ്ങൾ. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ സംശയമുണ്ടെങ്കിൽ ഇതുപോലൊരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല, നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്ക് ശ്രമിക്കേണ്ടതില്ല. മറിച്ച് ഈ ഗ്രന്ഥത്തിലുള്ള ഒരു അധ്യായം പോലുള്ള ഒരു അധ്യായം കൊണ്ടുവന്നാൽ മതി. ഒരു അധ്യായം പോലുള്ളത്. അതൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സമയത്ത് അവിടുന്ന് നിരക്ഷരനാണ്, അവിടുന്ന് വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. അങ്ങനെ അവിടുന്ന് വെല്ലുവിളിച്ചു എന്നത് തന്നെ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് തെളിവാണ്. കാരണം ഒരാൾക്ക് ഇങ്ങനെ വെല്ലുവിളിക്കാൻ ധൈര്യം ഉണ്ടാവില്ല, അയാൾ പരിഹസിക്കപ്പെടും. നിങ്ങൾ ഈ ജാതി വെല്ലുവിളി ആരൊക്കെ നടത്തിയിട്ടുണ്ടോ
അവരൊക്കെ നോക്കിക്കോളും. അതായത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ദുനിയാവിൽ എന്ത് കാര്യങ്ങൾ വെല്ലുവിളികളുടെ അവസ്ഥ കുറച്ച് കഴിഞ്ഞാൽ അത് തകർക്കപ്പെടും എന്നുള്ളതാണ്. മനുഷ്യർ പൊതുവെ നടത്തുന്ന എല്ലാ വെല്ലുവിളിയും. പക്ഷെ അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കണം. ഇതാ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു കിതാബ് കൊണ്ടുവരും. വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ആരൊക്കെ വിളിക്കണമൊക്കെ വിളിച്ചോളും. എല്ലാവരും ഒരുമിച്ചിട്ട്, എല്ലാവരെയും നിങ്ങൾ ഒരുമിപ്പിച്ചോളും. ആ കാലഘട്ടത്തിൽ ഒരാളും അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഒരാൾ ശ്രമിക്കാൻ പോലും തയ്യാറായില്ല. വലീദ് ഇബ്നു മുഗീറയുടെ അടുക്കലേക്ക് മുശ്രിക്കുകൾ ചെന്നതാണ്. എന്നിട്ട് അവർ പറഞ്ഞു, വലീദ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. വലീദ് ഇബ്നു മുഗീറ അദ്ദേഹം പറയണം, എനിക്ക് ജിന്നുകളുടെ കവിതകൾ അറിയാം, മനുഷ്യരുടെ കവിതകൾ അറിയാം. നസ്ർ, കവിതയും പദ്യവും ഗദ്യവും ഒക്കെ എനിക്കറിയാം. എന്നെക്കാൾ അറബി ഭാഷയെക്കുറിച്ച് വിവരമുള്ള കഴിവുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലില്ലാന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറയാം, പക്ഷേ ഈ ഗ്രന്ഥം ഇതിന് വല്ലാത്തൊരു മധുരമുണ്ട്, ഇതിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. ഫഇന്നഹു യഅലു വലാ യുഅല അലൈഹി, ഇത് മറ്റെല്ലാത്തിനെയും കവച്ചു വെക്കും, ഇതിനെ കവച്ചു വെക്കാൻ ഒന്നിന് സാധിക്കുകയില്ല എന്ന് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞതാണ്. ഈ കാലത്ത് 1400 വർഷങ്ങൾ നോക്കൂ, ഖുർആനെതിരെ മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകനായിരുന്ന മുസൈലിമ, അവൻ്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം. സഹാബികളിൽ ചിലർ മുസൈലിമയുടെ അടുത്ത് അങ്ങനെ വധിക്കാൻ വേണ്ടി ചെന്നു, അല്ലെങ്കിൽ അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ പിന്നെ സഹാബികൾ ചിലർ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്നുണ്ട്, ശരി, നിനക്ക് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നുണ്ടോ? എനിക്ക് വഹിയുണ്ട്. എങ്കിൽ ശരി, നിൻ്റെ വഹി നീ ഒന്ന് കേൾപ്പിച്ചതാ. എനിക്ക് ഓർമ്മയില്ല പറഞ്ഞെന്താണ്. അയാൾ പറഞ്ഞ് അൽഫീൽ ലഹു ഉദുനാൻ വലഹു ഖുർത്തും എന്തോ ഒരു കാര്യം പറഞ്ഞു. ഇബ്നു അമർ എന്നെ ഓർമ്മ. അൽഫീൽ മൽഫീൽ എന്തോ അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞു. കേട്ടാൽ തന്നെ ഒരു അറബി അറിയുന്നത് പോലുമില്ല, കേട്ടാൽ തന്നെ മനസ്സിലാവും എന്തോ ഒരു വിചിത്രമായ ചിലത് പറഞ്ഞു. ഇബ്നു അമർ ആണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു തന്നെ സത്യം, നീ പറയുന്നത് കളവാണെന്ന് എനിക്കറിയാമെന്ന് നിനക്കറിയാം. അവൻ കളവാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം. അവന് അറിയാം, അദ്ദേഹം പറഞ്ഞ വാക്ക് മനസ്സിലാക്കി, നീ പറഞ്ഞത് കളവാണെന്ന് എനിക്കറിയാമെന്ന് നിനക്കറിയാം. കാരണം ഖുർആനെതിരെ എന്തൊരു ശ്രമം ആളുകൾ പിൽക്കാലത്ത് നടത്തിയിട്ടുണ്ടോ അതൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഈ ഗ്രന്ഥം അജീബായ ഗ്രന്ഥമാണ്. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചു എന്നുള്ളത്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, റഹ്മാനായ റബ്ബ് അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. തബാറകല്ലദീ നസ്സലൽ ഖുർആന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. സൂറത്തുൽ ഫുർഖാന്റെ തുടക്കമാണ് തബാറക്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ നന്മകൾ അവനിൽ അതിനുമാത്രം അധികരിച്ചിരിക്കുന്നു. തബാറക്, അനുഗ്രഹപൂർണനായിരിക്കുന്നു. ആര്? അല്ലദീ നസ്സലൽ ഖുർആന അലാ അബ്ദിഹി, തൻ്റെ അടിമക്കുമേൽ ഖുർആൻ അവതരിപ്പിച്ചവൻ. ലിയകൂന ലിൽആലമീന നദീറ, ലോകർക്ക് ഇത് താക്കീത് നൽകുന്നതിന് വേണ്ടി. അത് പറയുന്ന ലോകർക്ക് എന്നാണ് പറയുന്നത്. അത് പറയുന്ന കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താണ്? ആകെ മക്കയുണ്ട്, മദീനയുണ്ട്. മക്കയിൽ നിന്നാകട്ടെ അവർ ആട്ടിയോടിപ്പിക്കപ്പെട്ട നിലയിലാണ്. ആ സമയത്താണ് അള്ളാഹു പറയുന്നത് ആലമീന നദീറ, ഇത് ലോകർക്കുള്ള താക്കീതാണ്. അറബ് നാടുകളുടെ സ്ഥിതി എന്തായിരുന്നു അറിയുമ്പോൾ നിങ്ങൾക്ക്? പിന്നെ റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാം, ഇവർ ആ കാലഘട്ടത്തിൽ വലിയ സൈനിക നീക്കങ്ങൾ നടത്തുമായിരുന്നു, ഭൂമി പിടിച്ചെടുക്കാനും അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തി വലുതാക്കാനും വേണ്ടി. പക്ഷേ ഇവർ മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും പോകുമ്പോഴും അറേബ്യൻ ഉപദ്വീപ് മാത്രം ഒരു വളയം പോലെ അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു. കാരണം അവരെ അവഗണിച്ചതായിരുന്നു, ഇവരെ തിരിഞ്ഞു നോക്കാതെ ഉപേക്ഷിച്ചതായിരുന്നു. കാരണം ഒരു കാര്യവുമില്ല, ഇവരെ പിടികൂടിയതുകൊണ്ട്, ഇവരെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്നതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. വിവരമില്ലാത്ത, തമ്മിൽ തല്ലി നടക്കുന്ന, വിജ്ഞാനമില്ലാത്ത അറബികൾ ഒട്ടകത്തിൻ്റെ പുറത്തിറങ്ങി അവരവിടെ തന്നെ നടന്നോട്ടെ എന്നാണ് അവർ ചിന്തിച്ചത്. അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ റോമയുടെ അതിരിന് മുൻപിൽ വന്ന് മുസ്ലിമീങ്ങൾ യുദ്ധവുമായി വന്നെത്തിയപ്പോൾ
അവരാദ്യം പറഞ്ഞ പ്രതികരണം എന്താ? അവർ പറഞ്ഞത് നിങ്ങളെ നാട്ടിൽ പട്ടിണിയാണെങ്കിൽ അതുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങിയതാണെങ്കിൽ ഞങ്ങൾ ഭക്ഷണം തരാം, തിരിച്ചു പോയിക്കോന്ന് പറഞ്ഞു. ശല്യം ചെയ്യുന്ന, കാരണം അവർ അത്രയും നിസ്സാരമായി കണ്ട സമൂഹമായിരുന്നു ഇവർ. അറബികളെ അവർ തീരെ വില കൽപ്പിച്ചിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരാണ് ഈ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരെയാണ് ഖുർആൻ ഈ ഒരു രൂപത്തിൽ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ കിതാബ് അവരിൽ ഉണ്ടാക്കിയ മാറ്റവും ആ സമൂഹത്തെ സൃഷ്ടിച്ച ചരിത്രവും വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പണ്ഡിതന്മാർ പറയും ഇസ്ലാം സത്യമാണെന്നതിന് തെളിവുകൾ ഇന്ന. അതിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്നിതാണ്, ചരിത്രപരമായ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ സ്വാധീനം, അത് സമൂഹത്തെ പരിവർത്തിപ്പിച്ച രൂപം വളരെ അത്ഭുതകരമാണ്. വിശുദ്ധ ഖുർആൻ അതാണ് മൂന്നാമത്തെ ഗ്രന്ഥം. അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ അവസാനത്തെ ഗ്രന്ഥം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഗ്രന്ഥമാണത്. ഇൻഷാ അല്ലാഹ് ഖുർആനുമായി ബന്ധപ്പെട്ട് ചില ദർസുകൾ പിന്നീട് നമുക്ക് കൂടുതൽ എടുക്കേണ്ടതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആന് ഒന്നിലധികം പേരുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അദ്ദിക്ർ, നഹ്നു നസ്സൽന അദ്ദിക്ർ, അതുപോലെ അൽ ഫുർഖാൻ, അതുപോലെ തന്നെ അൽ കിതാബ്, ദാലിക്കൽ കിതാബ്, അതുപോലെ തന്നെ തൻസീൽ, ഇങ്ങനെ അൽ ഖുർആൻ. അതുപോലെ ഖുർആനിലോ ഹദീസിലോ അല്ലെങ്കിൽ ഖുർആനിൽ വന്നിട്ടില്ലാത്ത പിൽക്കാലഘട്ടത്തിലുണ്ടായ പേരുകളിലൊന്നാണ് മുസ്ഹഫ് എന്ന, 2 ഏടുകൾക്കിടയിൽ ഉള്ള ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ മുസ്ഹഫ് എന്ന പേര് പിന്നീട് ഖുർആൻ്റെ പേരായി നൽകപ്പെട്ടതാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട അവസാനത്തെ ഗ്രന്ഥം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബുകൾ അവസാനത്തെ കിതാബ് അതാണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ അവതരിച്ചത് എന്നാണ് എന്ന് വിവരിക്കുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത് സുഹുഫു ഇബ്രാഹിം ഫി അവ്വലി ലൈലത്തി റമദാൻ. റമദാനിൻ്റെ ആദ്യത്തെ രാത്രിയിലാണ് ഇബ്രാഹിമിൻ്റെ ഏടുകൾ അവതരിപ്പിക്കപ്പെട്ടത്. വഉൻസിലത്തി തൗറാത്തു ലിസിത്തിൻ മദൈന മിൻ റമദാൻ. തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലെ ആദ്യത്തെ 6 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. വൽ ഇൻജീലു ലി 13 ഖലത്ത് മിൻ റമദാൻ. 23 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്, റമദാനിലാണ് ഇൻജീൽ അവതരിപ്പിക്കപ്പെട്ടത്. വഉൻസില അൽ ഫുർഖാനു ലി 24 ഖലത്ത് മിൻ റമദാൻ. 24 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വിശുദ്ധ ഖുർആൻ റമദാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ഇതാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ കിതാബുകളുടെയൊക്കെ ഉള്ളടക്കം യോജിച്ച ചില മേഖലകളുണ്ട്. ഈ കിതാബുകളെല്ലാം യോജിച്ച ചില മേഖലകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഉദാഹരണത്തിന് തൗഹീദ്. അതുപോലെ തന്നെ കിതാബുകളെല്ലാം വന്നത് അള്ളാഹുവിൽ നിന്നാണ്, എല്ലാം അള്ളാഹുവിൻ്റെ സംസാരമാണ്. അതുപോലെ തന്നെ കിതാബുകൾ അദിൽ, നീതി എന്ന വിഷയം എല്ലാ കിതാബുകളും ഒരുപോലെ യോജിച്ച കാര്യമാണ്. അതുപോലെ മക്കാരിമുൽ അഖ്ലാഖ്, മാന്യമായ സ്വഭാവം, നല്ല പെരുമാറ്റങ്ങൾ ഖുർആനിൽ നിങ്ങൾ പലയിടത്തും കാണാം. അല്ലേ, وإذ أخذ ربك من بني وإذا أخذنا ميثاقكم لا سورة البقرة الآية ورفعنا فوقكم الطور خذوا ما آتيناكم بقوة إذا أخذنا ميثاق بني إسرائيل وإذا أخذنا ميثاق بني إسرائيل لا تعبدون إلا الله بالوالدين إحسانا بذي القربى واليتامى والمساكين എന്ന് തുടങ്ങുന്ന ആയത്ത് നമുക്കത് ഈ പറഞ്ഞ ആളുകളോടൊക്കെ നന്മയിൽ വർത്തിക്കാനുള്ള കൽപ്പനയാണ്. ഇങ്ങനെയുള്ള മക്കാരിമുൽ അഖ്ലാഖ് എല്ലാ ദീനിലും ഉണ്ടായിരുന്നു, ഇത് എല്ലാ കിതാബുകളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മക്കാരിമുൽ അഖ്ലാഖ്. മാന്യമായ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ എല്ലാ കിതാബുകളിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ശരീഅത്തുകളിലെ പൊതു അടിത്തറകൾ, ദീനിൻ്റെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, നിസ്കാരം, അതുപോലെ സക്കാത്ത്, നോമ്പ്, ഇങ്ങനെയുള്ള ഇബാദത്തുകൾ, അതുപോലെ ഹജ്ജ് ഇബ്രാഹിം നബിയുടെ ശേഷമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഇബാദത്തുകൾ ഈ പറഞ്ഞ എല്ലാ ഉമ്മത്തുകളിലേക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ, രൂപങ്ങൾ, അവയിൽ വ്യത്യാസങ്ങളും വേർതിരിവുകളുമുണ്ട്. അതിൽ തന്നെ ഈ ചരിത്രം അബ്ദുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ഹിദായത്തുൽ ഹയാറ എന്ന ഗ്രന്ഥത്തിൽ, അതുപോലത്തെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന കിതാബിലൊക്കെ യഹൂദർക്കും നസാറാക്കൾക്കും സംഭവിച്ച അബദ്ധങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്.
ഒരു വിഭാഗം ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ട് നശിച്ചു പോയവരാണെങ്കിൽ മറ്റൊരു വിഭാഗം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മയപ്പെടുത്തിക്കൊണ്ട് നശിച്ചുപോയ ആൾക്കാരാണ്. ഈ രണ്ടുപേരുടെയും നാശം, രണ്ടുപേരുടെയും വഴികേട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പാഠമുള്ളതാണ്. തൗറാത്തിൻ്റെ ആളുകൾ നശിച്ചുപോയ രൂപം, അതുപോലെ ഇഞ്ചീലിൻ്റെ ആളുകൾ നശിച്ചുപോയ രൂപവും രണ്ട് വിപരീത ദിശകളിലാണ്. രണ്ട് വിപരീത ദിശകളിലാണ്. തൗറാത്ത് നോക്ക്, അതുകൊണ്ട് തന്നെ ഇസ്ലാം ആകട്ടെ ഇതിൻ്റെ ഇടയിൽ വസത്തായ മധ്യമ നിലപാടിലാണ് വന്നത്. ഏത് കാര്യം എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഹൈദിൻ്റെ കാര്യം നോക്കുക. ഹൈദ് വന്നു കഴിഞ്ഞാൽ യഹൂദരുടെ നിയമങ്ങളിൽ ഉള്ളത് ഭാര്യയെ അടുക്കാനേ പാടില്ല, അകറ്റി നിർത്തണം. അതുപോലെ തന്നെ ഹൈദിൻ്റെ രക്തമായി കഴിഞ്ഞാൽ വസ്ത്രം കത്തിച്ച് കളയണം. ഹൈദിൽ സ്ത്രീയോട് അടുക്കാനേ പാടില്ല, വീട്ടിൽ തന്നെ ചിലപ്പോൾ വീട്ടിൽ തന്നെ പുറത്താക്കുക. ഇങ്ങനെയാണ്. നസാറാക്കളോ ഹൈദുള്ള സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതോ അതല്ലെങ്കിൽ ഹൈദിൻ്റെ രക്തം നജിസായി കാണുക എന്നുള്ളതോ നസ്രാനികളുടെ അടുത്തില്ല. ഇസ്ലാം ആകട്ടെ ഇതിൻ്റെ മധ്യത്തിലാണ്. ഹൈദുള്ള സ്ത്രീ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതില്ല, അവൾക്ക് വീട്ടിൽ തന്നെ താമസിക്കാം. നോക്കൂ, ദീൻ ഇസ്ലാം ഇതിൻ്റെ വസത്തിലാണ് ഉണ്ടായത്. സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ ഒന്നും ചെയ്തില്ല. അവളുടെ വസ്ത്രം കീറി കളയേണ്ടതില്ല, കത്തിച്ച് കളയേണ്ടതില്ല, വൃത്തിയാക്കിയാൽ മതി. ഒരു നിയമമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ പല നിയമങ്ങൾ കാണാം. യഹൂദർ ഒരു ഭാഗത്ത് കാഠിന്യത്തിൻ്റെ പരിശുദ്ധയുടെ ഭാഗമാണ് സ്വീകരിച്ചത് എങ്കിൽ നസാറാക്കൾ അവർ ദീന് എളുപ്പമാക്കാൻ ശ്രമിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ് ഖൈം അദ്ദേഹം പറഞ്ഞാൽ കാണാം, ഇവർ ദീന് മറ്റുള്ള ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ എളുപ്പമുണ്ടാക്കാൻ തുടങ്ങി. വിഗ്രഹം ആരാധിക്കുന്ന ആളുകൾ അവരെ അടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വിഗ്രഹത്തിനെ ആരാധിക്കേണ്ട, ചിത്രത്തിനെ ആരാധിച്ചോ? അതുകൊണ്ടല്ലോ പള്ളികളിൽ പൊതുവെ ചിത്രങ്ങൾ അധികരിച്ചത്. വിഗ്രഹത്തിനെ ആരാധിക്കേണ്ട, പക്ഷേ നിങ്ങൾ ചിത്രങ്ങളുള്ളതിനെ ആരാധിച്ചോ? ചിത്രങ്ങൾ വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ വിഗ്രഹാരാധകർ പൊതുവെ അദ്വൈതവാദികളും മറ്റുമൊക്കെ ആയിരുന്നതിനാൽ അവർ പറഞ്ഞു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവരുടെ ചിന്തകൾക്കനുസൃതമായി ദീനിനെ മാറ്റിമറിക്കുകയാണ് നസാറാക്കൾ ചെയ്തത്. ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്, ദീനിലേക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീൻ വസത്താണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. അള്ളാഹു എങ്ങനെ അവതരിപ്പിച്ചത് അങ്ങനെ തന്നെ, അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമായാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, കിതാബുകളുടെ വിശ്വാസത്തിൻ്റെ മൂന്നാമത്തെ അടിത്തറ തസ്ദീഖു മാ സഹ മിൻ അഖ്ബാരിഹ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ നബിമാർക്ക് എത്തിച്ചു നൽകിയതാണ് എന്ന് ഉറപ്പുള്ള സഹീഹായ സ്ഥിരപ്പെട്ട വാക്കുകൾ അത് സത്യപ്പെടുത്തണം. പൊതുവെ ദീൻ അല്ലെങ്കിൽ കിതാബുകൾ രണ്ട് കാര്യങ്ങളാണ് ഉൾക്കൊണ്ടത്. ഒന്ന് അഖ്ബാറുകൾ, രണ്ട് അഹ്കാമുകൾ. ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞേക്കാണ് കിതാബുകൾ ഈ രണ്ട് അസ്ലുകളിലാണ്, അഖ്ബാർ, അഹ്കാം. അഖ്ബാർ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന് ആദമിനെ സൃഷ്ടിച്ചു, ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ സമ്മതിച്ചു. ഇതൊക്കെ അഖ്ബാറുകളാണ്, ചരിത്രം. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ പേരുകൾ, വിശേഷണങ്ങൾ. അതുപോലെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന അന്ത്യനാൾ സംഭവിക്കും, മരിച്ചതിന് ശേഷം ഖബർ ജീവിതമുണ്ട്. ഇതൊക്കെ എന്താണ്? അഖ്ബാറുകളാണ്. ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അമലാക്കാൻ പറ്റുമോ? ജീവിതത്തിൽ എന്തെങ്കിലും അമലുണ്ടോ? നേർക്ക് നേരെ ഇല്ല. ഇത് വിശ്വസിക്കാനുള്ള കാര്യങ്ങളാണ്. കിതാബുകളിൽ ഒന്നാമത്തെ ഭാഗം അഖ്ബാറുകളാണ്, രണ്ടാമത്തെ ഭാഗം അഹ്കാമുകളാണ്. അഹ്കാമുകൾ എന്ന് പറഞ്ഞാൽ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ. അഖ്ബാറുകൾ പൊതുവെ അതിൽ നസ്ഖ് സംഭവിക്കുകയില്ല, അത് ദുർബലമാക്കപ്പെടില്ല. അത് തൗറാത്തിൽ അവതരിച്ചതിന് വ്യത്യാസമായി ഇതിലുണ്ടാവില്ല, ഖുർആനിലോ ഇഞ്ചീലിലോ വരില്ല. കാരണം എന്താ? ചരിത്രം മാറുമോ? ആദമിനെ സൃഷ്ടിച്ച കാര്യം പറഞ്ഞത് വ്യത്യാസം വരുമില്ല. വിശദാംശങ്ങൾ ചിലപ്പോൾ കൂടിയേക്കാം, പക്ഷെ അതിലൊന്നും വരില്ല, നസ്ഖ് സംഭവിക്കില്ല. അവിടെ അള്ളാഹു ഒരു കാര്യം അറിയിച്ചതായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. തൗറാത്തിൽ അള്ളാഹു പറഞ്ഞതായി വ്യക്തമായി ബോധ്യപ്പെട്ടില്ല, അങ്ങനെ കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. കാരണം അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ ഒരിക്കലും വരില്ല, അസത്യം കടന്നുകൂടുകയില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? കിതാബുകൾ അഖ്ബാറുകളുണ്ട്, അഹ്കാമുകളുണ്ട്. അഖ്ബാറുകൾ വിശ്വസിക്കണം, അതിൽ അള്ളാഹു പറഞ്ഞതാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട എല്ലാം വിശ്വസിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയും അഖ്ബാറുകളിൽ ഒരിക്കലും നസ്ഖ് ഉണ്ടാവുകയില്ല, അത് ദുർബലമാക്കപ്പെടില്ല.
വിധിവിലക്കുകൾ മാത്രമാണ് ദുർബലമാക്കപ്പെടുക. ഉദാഹരണത്തിന് ആദ്യം ഒരു വിധി വരും, പിന്നെ ആ വിധി മാറ്റും. ഇത് സംഭവിക്കുക ഇതിലാണ് അഹ്കാമുകൾ, വിധിവിലക്കുകൾ മാത്രമാണ്. ഖബറിൽ സംഭവിക്കില്ല. ഖബറിൽ ഒരിക്കൽ നസ്ഖ് ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ അത് അള്ളാഹു അറിയിച്ചതാണ് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ വിശ്വസിക്കണം, അത് സത്യപ്പെടുത്തണം. കാരണം അള്ളാഹു സത്യമല്ലാതെ പറയുകയില്ല. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല, നിൻ്റെ റബ്ബിൻ്റെ വാക്കുകൾ സിദ്ഖൻ, അത് പരിപൂർണമായും സത്യമാണ്. സത്യം ഏതിലുണ്ടാവുക? അഖ്ബാറുകളിലാണ്. അഖ്ബാറുകൾ അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ അവ സത്യമായിരിക്കും. വഅദ്ലൻ, നീതി ഏതിലുണ്ടാവുക? അഹ്കാമുകളിലാണ്. അതാണ് സിദ്ഖൻ ഫിൽ അഖ്ബാർ വഅദ്ലൻ ഫിൽ അഹ്കാം. അപ്പോൾ അള്ളാഹു അറിയിച്ച എന്തൊരു കാര്യവും അത് അള്ളാഹു അറിയിച്ചതാണെന്ന് സ്ഥിരപ്പെട്ടാൽ അത് സത്യപ്പെടുത്തണം. പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ തൗറാത്തും ഇഞ്ചീലും പിൽക്കാലഘട്ടത്തിൽ അതിൽ പലതും കൂട്ടിക്കടത്തിയിട്ടുണ്ട്, അതിൽ പലതും എടുത്തു നീക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയശ്തറൂ ബിഹി സമനൻ ഖലീല, തങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുകയും ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും ചെയ്തവർക്ക് നാശമുണ്ടാകട്ടെ. യഹൂദർ നസാറാക്കൾ അവരിലെ പുരോഹിതന്മാർ ചിലത് എഴുതി ഉണ്ടാക്കിയത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞു. വേറെ ചിലത് അവരെന്ത് ചെയ്തു? മറച്ചു കളഞ്ഞു, മായ്ച്ചു കളഞ്ഞു, മറച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഖുർആൻ സംരക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഉമ്മത്തിൻ്റെയും അവസ്ഥ അത് തന്നെ ആവുകയായിരുന്നു. പക്ഷെ അള്ളാഹു ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുകയും ഖുർആൻ അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തു. മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ അവയിൽ ഒന്നല്ലെങ്കിൽ കൂട്ടിക്കടത്തലുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. തൗറാത്ത് ഈ കാലഘട്ടത്തിൽ യഹൂദരുടെ പക്കലുള്ളത് അത് ഉസൈറിൻ്റെ കയ്യിലുണ്ടായിരുന്ന കിതാബാണ് എന്ന് യഹൂദർ തന്നെ അവരിൽ പലരും അംഗീകരിക്കുന്ന കാര്യമാണ്. അവരുടെ കയ്യിലുള്ള ഈ കാലഘട്ടത്തിൽ അവർ തോറ എന്ന് പറയുന്നത് ഉസൈറിൻ്റെ ഗ്രന്ഥമാണ്. മൂസാ നബിക്ക് നൽകപ്പെട്ട തൗറാത്ത് അദ്ദേഹം യഹൂദർ ഭിന്നിക്കുമെന്ന ഭയം കാരണത്താൽ അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ ചിലരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ശേഷിപ്പുകൾ അവർ കൈമാറി വരികയാണ് ഉണ്ടായത്. അതുകൊണ്ട് തൗറാത്ത് യഹൂദരുടെ കയ്യിൽ അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തോറ എന്ന് പറയുന്ന അല്ലെങ്കിൽ പഴയ നിയമം എടുത്തു നോക്കിയാൽ മൂസയുടെ ഖബർ എവിടെയാണെന്ന് അതിലുണ്ട്. മൂസയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഖബർ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല എന്ന് തൗറാത്തിലുണ്ട്. മൂസയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എന്തായാലും മൂസയുടെ ഖബറിനെ കുറിച്ച് പറയും ഇല്ല, അത് പിൽക്കാലത്ത് കടത്തിക്കൂട്ടപ്പെട്ടതാണ്, സംശയമില്ലാത്ത കാര്യം. അതുപോലെ അതിലുള്ള പല കാര്യങ്ങളും പിൽക്കാലത്ത് കൂട്ടിക്കടത്തിയതാണ്. ഈ കാലഘട്ടത്തിൽ യഹൂദർ അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് തൗറാത്ത് അവരുടെ കൈകളിൽ നിന്ന് ഈ പറഞ്ഞ കൂട്ടിക്കടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലതും അതിൽ ബാക്കിയുള്ളതുമുണ്ട്. തൗറാത്ത് ഏറെക്കുറെ ഇഞ്ചീലിനേക്കാൾ ബാക്കി നിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ്. ഇഞ്ചീലിൻ്റെ കാര്യം ഇതുപോലെയല്ല. ഇഞ്ചീൽ നസാറാക്കളുടെ കൈകളിൽ നിന്ന് പരിപൂർണമായി നഷ്ടമായിട്ടുണ്ട്. അവരുടെ കയ്യിലതില്ല. ഇന്ന് നസാറാക്കൾ പോലും പറയുന്നത് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? 4 ആളുകൾ എഴുതിയ ചരിത്ര ഗ്രന്ഥമാണ്. എന്താ? മത്തായി, ലൂക്കോസ്, 4 ആളുകൾ. ഈ 4 ആളുകൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതിയ 4 ചരിത്രമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമായി അവർ എഴുതിയ 4 കാര്യങ്ങൾ. ഇതാണ് അവരുടെ കയ്യിലുള്ളത്. ഇഞ്ചീലല്ല. ഈസാ നബിക്ക് നൽകപ്പെട്ട ഗ്രന്ഥം അവരുടെ കയ്യിലില്ല. അത് നസാറാക്കൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അവരുടെ കയ്യിലുള്ളത് ഈ പറഞ്ഞ ആളുകൾ എഴുതിയ പുസ്തകങ്ങളാണ്. അനാജീൽ താരിഖിയ എന്ന് പറയാവുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ മാത്രമാണ്. അതല്ലാതെ അവ ഒരിക്കലും യഥാർത്ഥ ഇഞ്ചീലുമായി അതിന് ബന്ധമില്ല. തൗറാത്താകട്ടെ, ഇഞ്ചീലാകട്ടെ, സബൂറാകട്ടെ, അതിലൊക്കെ കൂട്ടിക്കടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിധി എത്രയാണ്? അതിലെത്ര വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞു അതിൻ്റെ ആശയങ്ങളിൽ മാത്രമാണ്, ചില ആളുകൾ പറഞ്ഞു അതിൻ്റെ വാക്കുകൾ കൂട്ടിക്കടത്തിയവരുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം തൗറാത്തും ഇഞ്ചീലും അതിൽ കടത്തിക്കൂട്ടലുകൾ വ്യാപകമായി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അല്ലാഹു അലം.
എന്നാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹു സംരക്ഷിക്കുകയാണ് ചെയ്തത്. അള്ളാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ അവരോട് ചോദിക്കപ്പെട്ടതാണ്, എങ്ങനെയാണ് തൗറാത്തും ഇഞ്ചീലും കൈകടത്തലുകൾ ഉണ്ടായത്? ഖുർആൻ എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടു? ചില ഉലമാക്കൾ അതിന് മറുപടിയായി അവർ പറഞ്ഞു, തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും കാര്യം അള്ളാഹു പറഞ്ഞതുപോലെ ബിമസ്തുഹ്ഫിദു മിൻ കിതാബില്ലാഹ്, അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏൽപ്പിച്ചത് അത് നൽകപ്പെട്ട സമൂഹത്തിൻ്റെ കയ്യിലായിരുന്നു, അവരുടെ കൈകളിലായിരുന്നു അതിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നത്. എന്നാൽ ഖുർആനിൻ്റെ സംരക്ഷണം അള്ളാഹു മുസ്ലിങ്ങളല്ലേ ഏൽപ്പിച്ചത്. പിന്നെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഈ ഖുർആൻ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നത്, അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. ഇതൊരിക്കൽ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമല്ല. ഖുർആനിൻ്റെ സംരക്ഷണം നിങ്ങൾ പരിശോധിച്ചത് മനസ്സിലാവുന്നത് ഇതൊരിക്കലും മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമല്ല. അവർ ബോധപൂർവം ഒരു പുസ്തകം ഇങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും ഇങ്ങനെ സംരക്ഷിക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ, 1400 കൊല്ലങ്ങൾക്ക് മുൻപ് എഴുത്ത് വ്യാപകമായി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കല്ലിനുമേലെയും എല്ലിനുമേലെയൊക്കെ എഴുതി വെച്ച ഗ്രന്ഥം പല ഇടങ്ങളിലായി അത് ചിതറിക്കടന്നു പല ആളുകളുടെ അടുത്തായിരുന്നു. അത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പലരും അത് മനഃപ്പാടമാക്കി, ആദ്യം മുതൽ അവസാനം വരെ മനഃപ്പാടമാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടു. ഈ ക്രോഡീകരണം ഒരിക്കലും കിതാബ് മാറ്റലല്ല, മറിച്ച് അത് 2 ദഫകൾക്കുള്ളിൽ 2 ചട്ടകൾക്കുള്ളിലാക്കുക എന്നുള്ളതാണ്. ഇവർ തന്നെ വിശദീകരിക്കേണ്ട അതിൻ്റെ രൂപവും വിശദാംശങ്ങളുമൊക്കെ. ഇത് നോക്കൂ നിങ്ങൾ, ഈ കാലഘട്ടത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഹിഫ്ദ് അത്ഭുതകരമാണ്. ഖുർആൻ അതിലൊരു ചെറിയ അക്ഷരം ഇമാം നിസ്കാരത്തിൽ തെറ്റിച്ചാൽ ബാക്കുന്ന ആൾക്കാരപ്പോൾ തിരുത്തും. ഒരു ചെറിയ അക്ഷരം അങ്ങോട്ടും മാറിയാൽ തിരുത്താൻ ആൾക്കാർ ബാക്കിലുണ്ട്. ഖുർആൻ ഹിഫ്ദ് എന്നാൽ ഇത് തിരുത്തുന്ന ആൾക്കാരോ ഇവരെല്ലാവരും അറബി പഠിച്ച ആൾക്കാരാണോ? അറബി നിയമം മനസ്സിലാക്കിയ ആൾക്കാരാണോ? ഖുർആൻ ഹിഫ്ദാക്കുന്ന ആളുകളുടെ നിലവാരങ്ങൾ നോക്കൂ. ചിലപ്പോൾ 3-4 വയസ്സുള്ള കുട്ടിയെ ഹിഫ്ദാക്കുന്നത്, 3-4 വയസ്സുള്ള കുട്ടിക്ക് എത്ര പേജ് ഹിഫ്ദുണ്ട്? 20, 40, 60, 80 പേജുകൾ 4-5 ജുസൊക്കെ പഠിച്ച കുട്ടിയാണെങ്കിൽ ഇത്രയും പേജാണ് ഇവർ ഹിഫ്ദാക്കുന്നത്. അതും അവനവൻ അറിയാത്ത ഭാഷയിലുള്ള കാര്യം. അതിലെന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ തിരുത്തപ്പെടുന്നു. ഖുർആൻ്റെ സംരക്ഷണം വിഷയം നീണ്ടുപോകുമെന്നതുകൊണ്ട് പറയുന്നില്ല. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സംരക്ഷിച്ച രൂപം കേവലം ഖുർആനിൻ്റെ ഏടുകൾ മാത്രമല്ല, മറിച്ച് ഖുർആനിൻ്റെ ഭാഷയെ അല്ലാഹു സംരക്ഷിച്ചു. അറബി ഭാഷ നോക്കൂ നിങ്ങൾ, അറബി ഭാഷയിലെ ഫസീഹായ സാഹിത്യ ഭംഗിയുള്ള ഭാഷ ഇന്നും ഖുർആൻ്റെ ഭാഷയാണ്. എന്നാൽ ഇംഗ്ലീഷിലോ മറ്റ് ഭാഷകളിലോ ഏറ്റവും സാഹിത്യ ഭംഗിയിൽ എഴുതപ്പെട്ട പഴയകാല കൃതികൾ എടുത്ത് വായിച്ചു നോക്കൂ, ഒരാൾക്കും മനസ്സിലാവില്ല. അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്താണ് ഈ പറയുന്നത്. ഷേക്സ്പിയറിൻ്റെ പുസ്തകം ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ഏറ്റവും നല്ല പുസ്തകങ്ങളിലൊന്നായ ആളുകൾ പറയുന്നതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നന്നായി ഇംഗ്ലീഷ് പഠിച്ച ഒരാൾ അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല. മലയാളത്തിൽ 100 കൊല്ലം മുൻപ് എഴുതിയ പത്രങ്ങളോ മറ്റോ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ, നമ്മൾ മലയാളികളാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല എന്തേ പറയുന്നത്. ഇപ്പോൾ പിന്നെ 100 കൊല്ലമൊന്നും വേണ്ട, ഒരു 10-60 കൊല്ലം മുൻപ് അല്ലെങ്കിൽ 80 കൊല്ലം മുൻപ് 1930-കളിലും 40-കളിലൊക്കെ എഴുതിയ ദീനി കിതാബുകളുണ്ട്. ചില സമയത്ത് നമ്മൾ എടുത്ത് വായിക്കാറുണ്ട്, മലയാളത്തിൽ എഴുതപ്പെട്ടത്. വായിച്ചാൽ മനസ്സിലാവില്ല എന്താണ് ഈ പറഞ്ഞത് എന്ന്. ഭയങ്കര നീളമുള്ള സെൻറ്റൻസ് ആയിരിക്കും, അതിൽ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. 19 വർഷത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് 1400 വർഷമായി. അതിനു പുറമെ ഖുർആൻ ജീവിതത്തിൽ പാലിക്കുന്ന ആളുകളുണ്ട്. വെറുതെ ഒരു സംരക്ഷണമല്ല ഇത്. പണ്ഡിതന്മാർ പറയും ഖുർആനുമായി ബന്ധപ്പെട്ടതെല്ലാം അള്ളാഹു സംരക്ഷിച്ചു എന്നുള്ളതാണ്. ഖുർആൻ സംരക്ഷിച്ചു, ഖുർആനോട് വെറുതെ നിലനിന്നിട്ട് കാര്യമില്ല, അതിൻ്റെ വിശദീകരണം ആവശ്യമാണ്. ഏതാ വിശദീകരണം? ഹദീസാണ്. ഹദീസ് സംരക്ഷിച്ചു. ഹദീസ് നിലനിന്നിട്ട് മാത്രം കാര്യമില്ല, ഭാഷ നിലനിൽക്കണം. അറബി ഭാഷയെ സംരക്ഷിച്ചു. ഇതെല്ലാം ഉണ്ട്. ഇത് ജീവിതത്തിൽ പാലിക്കുന്ന ആൾക്കാരെ വേണം, അവരെ സംരക്ഷിച്ചു. ലാ തസാലു ത്വായിഫ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് കുറച്ച് വിഭാഗം ആളുകൾ സത്യം ജീവിതത്തിൽ പകർത്തുന്നവരായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അന്ത്യനാൾ സംഭവിക്കുന്നവരെ അവർക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. നോക്കൂ, ഭാഷയുണ്ട്, ഹദീസുണ്ട്. ഈ ഹദീസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാകട്ടെ ഏതാണ് കാലഘട്ടമെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു 1000 വർഷങ്ങൾക്ക് മുൻപ്
ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ കിതാബുകൾ. അവരുടെ വാപ്പയുടെ പേര്, വാപ്പാൻ്റെ വാപ്പ, വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പ, ഇങ്ങനെ അറബികൾ നസബ് സംരക്ഷിക്കുന്ന പോലെ ഓരോ വ്യക്തിയും. അത് നോക്കൂ, അറബികളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. മിക്ക ആളുകളുടെ പേര് മുഹമ്മദോ അല്ലെങ്കിൽ അബ്ദുള്ളയാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് പേരുള്ള എത്ര ആളുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അബ്ദുള്ള ബിൻ മുഹമ്മദ് എന്ന് പേരുള്ള എത്ര ആൾക്കാരുണ്ടാവും? ഇതെങ്ങനെ വേർതിരിക്കും? പണ്ഡിതന്മാരുടെ കയ്യിൽ അക്കാലഘട്ടത്തിൽ ഇതിന് വഴിയുണ്ട്. ആ കാലഘട്ടത്തിൽ വഴിയുണ്ട്. ഇവരെ വേർതിരിക്കാന്ന് മാത്രമല്ല, ഇവർ ഏതൊക്കെ ആൾക്കാരത്തിന് ഹദീസ് കേട്ടു, ഇവരാർക്കൊക്കെ ഹദീസ് പറഞ്ഞു കൊടുത്തു. എന്തിനധികം ആ കാലഘട്ടങ്ങൾ ഹദീസ് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു സദസ്സിൽ, ഹദീസ് പറയുന്ന സദസ്സിൽ കുറച്ച് ആളുകൾ വന്നിരുന്നാൽ ഇതിൽ ആരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, ആരൊക്കെ ഉറങ്ങാതിരുന്നിട്ടുണ്ട്, അതുവരെ ഒരു രേഖപ്പെടുത്തുമായിരുന്നാണ്. കാരണം അയാളുടെ ഹദീസ്, ഉറങ്ങിപ്പോയ ഒരാൾ ഹദീസ് ശരിക്കും കേട്ടിട്ടില്ല, അപ്പോഴുള്ള ഹദീസിൽ ദുർബലത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പരിശോധനകൾ. ഹദീസിൻ്റെ സംരക്ഷണം തന്നെ പറയുകയാണെങ്കിൽ അതിന് മാത്രം പറയാനുണ്ട്, ഹദീസ് എങ്ങനെ സംരക്ഷിച്ചതെന്നുള്ളത്. ഈ പറഞ്ഞ ഒരു കമ്പ്യൂട്ടറില്ല ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇത് ചെയ്യുന്നത്. അതും പല കാര്യങ്ങൾക്കും വേണ്ടി മാസങ്ങൾ വഴിദൂരം യാത്ര ചെയ്യണം. എന്നിട്ടാണ് ഈ ഹദീസുകൾ സംരക്ഷിക്കുന്നത്. അതെന്നാൽ രാജ്യം ഏതെങ്കിലും ഭരണാധികാരി എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടാണ് നിങ്ങളെല്ലാവരും ഇതിൻ്റെ പിന്നാലെ നടക്കിയത്, നിങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞിട്ടാണോ? അല്ല. ഇമാം അഹമ്മദിനെ പോലുള്ള പണ്ഡിതന്മാർ ഇത്തരം യാത്രകളിൽ ചിലപ്പോൾ കയ്യിൽ പണമില്ലാതെ അവസാനം വഴിയിൽ യാത്ര ചെയ്യുന്ന സംഘത്തിൻ്റെ ചുമടെടുത്തിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ ഹദീസ് സംരക്ഷിക്കപ്പെടുന്നത്. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിൻ്റെ ഒപ്പം അതിന് വേണ്ടതൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സംരക്ഷിക്കപ്പെടുന്നത്. അമാനി മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എഴുതിയൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞേക്കണം, അച്ചടിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോത് ഖുർആന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. ശുദ്ധ ഖുർആൻ ആളുകൾക്കിടയിലേക്ക് വ്യാപിച്ചതിന് ശേഷമാണ്. കാരണം അതിൻ്റെ മുൻപുള്ള ആളുകൾ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആൾക്കാരുടെ താല്പര്യം കുറയുന്നതിനനുസരിച്ച് അള്ളാഹ് ദീന് എളുപ്പമായി കൊടുക്കുകയാണ് പഠിക്കാനുള്ളത്. പഴയ കാലത്ത് ജനങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്ന കാലത്ത്, മാസങ്ങൾ വഴിദൂരം സഞ്ചരിക്കാൻ തയ്യാറുള്ള ജനങ്ങളുണ്ടായിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പലരും തൊട്ടു മുന്നിലുണ്ടെങ്കിൽ തന്നെ വായിക്കാൻ തയ്യാറല്ല. നമുക്ക് അനുയോജ്യമായ രൂപത്തിൽ ഇന്നുണ്ട്, അത്രയും എളുപ്പത്തിലാണ്. പറഞ്ഞു വന്നത്, ഖുർആനിൻ്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദീൻ സത്യമാണ് എന്നതിന് നിശ്ചയിച്ച അടയാളങ്ങളിലൊന്നാണ്. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അൽ അമലു ബി അഹ്കാമി മാ ലം യുൻസഖ് മിൻഹാ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച വിധികളിൽ ദുർബലമാക്കപ്പെടാത്ത വിധിവിലക്കുകൾ ഏതാണോ അത് അമലാക്കണം, ജീവിതത്തിൽ പാലിക്കണം. എന്താ പ്രത്യേകിച്ച് ദുർബലമാക്കപ്പെടാത്ത എന്ന് പറയാൻ കാരണം ചില വിധികൾ ഖുർആനിൽ ആയത്തുകളിൽ വന്നത് ദുർബലമാക്കിയിട്ടുണ്ട്. ദുർബലമാക്കപ്പെട്ട നിയമങ്ങളിലൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഉദാഹരണത്തിന് നസ്ഖാനോ എന്താണ് എന്നതിൽ വ്യത്യാസമുണ്ട്. പിന്നെ നിസ്കരിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ലാ തഖറബുസ്സലാ വഅൻതും സുകാറ, നിങ്ങൾ ലഹരിയുള്ള അവസ്ഥയിൽ നിസ്കരിക്കാൻ വരാൻ പാടില്ല. അപ്പോൾ ലഹരിയുള്ള സ്ഥിതിയിൽ നിസ്കരിക്കാൻ വരാൻ പാടില്ല എന്നുള്ളത് ആദ്യകാലത്തുള്ള വിധിയാണ്. പിന്നീട് മദ്യം മൊത്തത്തിൽ എന്ത് ചെയ്തു? അള്ളാഹു ഹറാമാക്കി. അപ്പോൾ മദ്യം മൊത്തത്തിൽ ഹറാമാക്കി എന്ന വിധിയാണ് സ്വീകരിക്കേണ്ടതും പാലിക്കേണ്ടതും. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിലൊന്നും കൂടിയാണ് അത്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, കുത്തിബ അലൈക്കും വസിയത്തിൻ്റെ ആയതാണ്. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين എന്നായത്. നിങ്ങൾക്ക് മരണമാസന്നമായാൽ എന്തെങ്കിലും സമ്പത്ത് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വസിയത്ത് എഴുതണമെന്ന ആയത്ത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്ത് പിൽക്കാലഘട്ടത്തിൽ അനന്തരാവകാശത്തിൻ്റെ വിധിവിലക്കുകൾ അവതരിച്ചതോടുകൂടി നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് ആർക്കേ പറ്റുള്ളൂ? 1/3 മാത്രമേ വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അത് തന്നെ ആർക്ക് ചെയ്യാൻ പാടില്ല? നമ്മുടെ സ്വത്തിൽ
അവകാശമുള്ള അനന്തരാവകാശികൾക്ക് വസിയത്ത് എഴുതാൻ പാടില്ല. ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. ഈ നിയമം വരുന്നതിന് മുൻപ് അള്ളാഹു നിശ്ചയിച്ചിരുന്ന നിയമം എന്തായിരുന്നു? വസിയത്ത് എഴുതി വെക്കാനാണ്. സമ്പത്തുണ്ടോ അത് വസിയത്തായി എഴുതി വെക്കണം. അപ്പോൾ അത് പിന്നീട് ദുർബലമാക്കപ്പെട്ടു. അപ്പോൾ ദുർബലമാക്കപ്പെട്ടതല്ലാത്ത വിധികൾ അത് ജീവിതത്തിൽ പാലിക്കണം. ഈ പറഞ്ഞ നിയമമാകട്ടെ എല്ലാവർക്കും ബാധകമാണ്. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച വിധിവിലക്കുകൾ ബാധകമാകുന്ന ഒരാളും ഈ ഉമ്മത്തിലില്ല. എല്ലാവരും ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. മുസ്ലിമാകട്ടെ മുസ്ലിം അല്ലാത്തവരാകട്ടെ അള്ളാഹു അവതരിപ്പിച്ച വിധിവിലക്കുകൾ അനുസരിക്കുക എന്നുള്ള അവരുടെ ബാധ്യതയാണ്. തൗറാത്താകട്ടെ, ഇഞ്ചീലാകട്ടെ, സബൂറാകട്ടെ, ഖുർആനിൻ്റെ അവതരണത്തോടു കൂടി അതെല്ലാം ദുർബലമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരുടെ മേലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നദീർ അല്ലിൽ ആലമീൻ, ലോകർക്കെല്ലാമുള്ള താക്കീതാണ് ഖുർആൻ. ഇത് സ്വീകരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യതയാണ്, മുസ്ലിങ്ങളുടെയൊക്കെ ബാധ്യതയാണ്. പക്ഷെ അത്ഭുതകരമായ കാര്യം, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ആൾക്കാരിൽ ചിലർ എന്ത് പറയാൻ തുടങ്ങി? ചില ആളുകൾക്ക് വിധിവിലക്കുകൾ ബാധകമല്ല. നിസ്കാരം, സക്കാത്ത്, നോമ്പ് ഇതൊന്നും ചില ആളുകൾക്ക് ബാധകമല്ല. അവരാരാണ്? അവർ ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാർ ഒരു പ്രത്യേക പദവിയിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഖുർആനിലെ വിധിവിലക്കുകൾ ബാധകമല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന് പുറത്തു പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലെ വിധിവിലക്കുകൾ എല്ലാവർക്കും ബാധകമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് കൂടുതലായി കാണാറില്ല, പക്ഷേ പണ്ട് വ്യാപകമായിരുന്നു. ഇപ്പോഴും ആഫ്രിക്കയിലും മറ്റൊക്കെ ഉണ്ട്. സൂഫിയാക്കളായ ആളുകൾ ഒരു പ്രത്യേക പദവി എത്തിക്കഴിഞ്ഞാൽ അവർ പറയും പിന്നെ നമുക്ക് നിസ്കാരമില്ല. ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് 40 തടിയുണ്ട്, ഒരു തടി മക്കയിൽ നിസ്കരിക്കുന്നുണ്ട്. ആൾക്കാർ കാണുന്ന തടി ഒരിക്കലും നിസ്കരിക്കില്ല. പണ്ടും അങ്ങനെയാണ്. ആഫ്രിക്കയിലത് എപ്പോഴും അങ്ങനെയാണ്. ആഫ്രിക്കയിൽ ഇപ്പോഴും ഉണ്ട്. ആഫ്രിക്കയിലെ ദഅവത്ത് വീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, സൂഫികൾ വ്യാപകമാണ്. നിസ്കരിക്കില്ല, നോമ്പെടുക്കില്ല, എന്തിന് ഹറാമുകൾ വരെ ചെയ്യും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തരീഖത്തുകളിൽ അകപ്പെട്ട ചിലർ പിന്നീട് തൗബ ചെയ്തതിന് ശേഷം അവർ പറഞ്ഞത്, തരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്നു, തൗബ ചെയ്തതിന് ശേഷം അയാൾ പറഞ്ഞു, പിന്നെ ഒരു പ്രത്യേക പദവി എത്തിയതിന് ശേഷം എന്നോട് എൻ്റെ ഷെയ്ഖ് പറഞ്ഞത്, നീ ഒരു സ്ത്രീയെ വ്യഭിചരിക്കാൻ ഉദ്ദേശിച്ചാൽ പോയി വ്യഭിചരിക്കണം. കാരണം നീ അങ്ങനെ വ്യഭിചരിക്കുക എന്നത് അള്ളാഹു ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കൽ നിനക്കെന്താണ്? പുണ്യം കിട്ടുന്ന കാര്യമാണ്. തരീഖത്തുകൾ പഠിപ്പിച്ച വിശ്വാസമാണിത്. അവരുടെ കിതാബുകളുണ്ട്. ഒരാൾ തൗബ ചെയ്ത ഒരാൾ പറയേണ്ടത് പോലില്ല. കിതാബുകളിൽ പച്ചക്ക് സൂഫികൾ എഴുതി വെച്ചതാണിത്. സൂഫികളിൽ ചിലർ പരസ്യമായി വിഭജിക്കുമായിരുന്നു, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു, മദ്യം കഴിക്കുമായിരുന്നു. എന്നിട്ട് അവരിതിന് ന്യായം പറഞ്ഞിരുന്ന ഇതാണ്, അതായത് ഒരു പദവി എത്തിക്കഴിഞ്ഞാൽ വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീൻ എത്തുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഇത് യഖീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം മരണമാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ മരണമാണ് അവിടെ ഉദ്ദേശം. പക്ഷേ സൂഫികൾ പറഞ്ഞു ഞങ്ങൾക്ക് യഖീൻ എത്തി, ഞങ്ങൾക്ക് ഉറപ്പായി അല്ലാണ്ട് ഒക്കെ ശരിയാണ്, ഞങ്ങൾക്ക് ഉറപ്പ്, ഞങ്ങൾക്ക് യഖീൻ, ഇനി നമ്മൾ ആരാധിക്കേണ്ട കാര്യമില്ല. നോക്കൂ, ഖുർആനിനെ അവർ തങ്ങളുടെ പിഴച്ച വാദത്തിന് തെളിവാക്കിയത് എങ്ങനെയാണെന്ന് നോക്കൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് വിധിവിലക്കുകൾ ബാധകമല്ല. ഔലിയാക്കന്മാർ അവർ ഒരു പദവിയിലെത്തിക്കഴിഞ്ഞാൽ ജദ്ബിൻ്റെ ഹാല് എന്ന് ചിലർ പറഞ്ഞു, അവർ ജദ്ബിൻ്റെ ഹാലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിധിവിലക്കുകൾ ബാധകമല്ല. അതിൽ നിന്നാണ് ഈ പറയുന്ന ഭ്രാന്തായാൽ എന്തു സുഖം എന്നതുപോലെയുള്ള പാട്ടുകൾ കയറി വരുന്നത്. ഈ വിശ്വാസത്തിൽ നിന്നാണ്. ഇന്ന് കേരളത്തിൽ ഇത് പ്രചരിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമുണ്ട്, സൂഫിസം. എന്നിട്ട് പറയുന്നത് ഇത് മിസ്റ്റിക് ഇസ്ലാമാണ്, ഇത് ഇസ്ലാമിൻ്റെ മധുരം ആസ്വദിക്കണോ നിങ്ങൾ സൂഫിയാകണമെന്നാണ് പറയുന്നത്. അള്ളാഹു തന്നെ സത്യം, ശൈത്താൻ്റെ അടുത്തു നിന്നുള്ള ആസ്വാദനങ്ങളല്ലാതെ സൂഫിയത്തിൽ നിങ്ങളൊന്നും കാത്തിരിക്കുന്നില്ല. അത് ദലാലത്താണ്, നാശമല്ലാതെ മറ്റൊന്നതിലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എപ്പോഴാണ് യഖീൻ ഉണ്ടായത്? എപ്പോഴുണ്ടായിരിക്കണം? നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിസ്കരിക്കാൻ എങ്ങനെ പള്ളിയിൽ പോയത്? ജമാഅത്ത് നിസ്കാരത്തിന് അല്ലേ? ഫദ്ൽ ഇബ്നു അബ്ബാസും അലി ഇബ്നു അബി താലിബും തങ്ങളുടെ തോളുകളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ താങ്ങി പിടിച്ചുകൊണ്ട് അവിടുത്തെ 2 കാലുകളും മണ്ണിലൂടെ വലിച്ചഴച്ചുകൊണ്ടാണ് അവിടുന്ന് മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ പോയത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് അങ്ങനെയാണ്. അബൂബക്കറിന്റെ സിദ്ദീഖിന്റെ ചരിത്രം എടുത്തോളൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രം എടുത്തോളൂ നിങ്ങൾ. അദ്ദേഹം കുത്തേൽക്കുന്ന സമയത്ത് എവിടെയുള്ളത്? മസ്ജിദിലാണ്, നിസ്കരിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് കുത്തേറ്റിട്ട് ബോധം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ചോദിച്ചത് ജനങ്ങൾ നിസ്കരിച്ചോ എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ്. ഇവർക്കാർക്കും വരാത്ത യഖീൻ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലുള്ള പല്ല് തേക്കുകയോ കുളിക്കുകയോ ചെയ്യാത്ത ഈ ആളുകൾക്ക് മാത്രം വരുന്നത്? അത് തനിച്ച് ശൈത്താനിയത്താണ്. ഈ തരീഖത്ത് എന്ന് പറയുന്നത് തനിച്ച പൈശാചികതയാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും, ഇല്ല പഴയ കാലത്ത് ചില തരീഖത്തുകൾ ഇതൊന്നും ഇല്ലാതെ ഉണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ടാവാം, ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള തരീഖത്തുകളില്ല. ഇന്ന് തരീഖത്തുകൾ പരിപൂർണമായി തട്ടിപ്പിന്. അക്കാലത്ത് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ബിദ്അത്തുകൾ വേറെ ഉണ്ട്, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് ചില ആളുകൾ എന്ത് പറഞ്ഞാലും ഒരു പറയും അല്ല അത് വേറെ സൂഫിസമുണ്ട്. അങ്ങനെ ഒരു സൂഫിസം ഇന്നില്ല. അങ്ങനെ ഒരു സൂഫിസം എന്നെങ്കിലും ഒരിക്കൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഇന്നില്ല. അതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് സൂഫിസം എന്ന പേരിൽ കൊണ്ടുവരുന്നത് പലപ്പോഴും തനിച്ച നിഷേധമാണ്, വൃത്തികേടുകളാണ്. ഏത് മതം സ്വീകരിച്ചാലും കുഴപ്പമില്ല. ഇന്ന് പിന്നെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തൗഹീദുള്ള ആൾക്കാർ പോലും ചിലപ്പോൾ ഇത്തരം ആളുകളുടെ പുറകിൽ കൂടാണ്. ഏതെങ്കിലും ഒരു ഹൈതമിയോ ഏതെങ്കിലും ഒരു ഹുദവിയോ നിരീശ്വരവാദികൾപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ബുദ്ധിപരമായ കുറച്ച് ന്യായങ്ങൾ പറഞ്ഞാൽ തൗഹീദുള്ള ആളുകൾ വരെ ഇവരെ കണ്ടിട്ട് കണ്ടില്ലേ എന്താ നല്ല മറുപടി. ഇവർ പ്രചരിപ്പിക്കുന്ന ഇതാണ്, ഈ പിഴച്ച തസവൂഫാണ്, കടുത്ത പിഴവാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കിതാബുകൾ വിശ്വാസത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പറയുന്നത്. നമ്മുടെ നാട്ടിൽ പ്രസിദ്ധനായൊരു ഇതേപോലെ നിരീശ്വരവാദികൾക്ക് മറുപടി പറയുന്ന ഒരാൾ അയാളുടെ പ്രസംഗത്തിൽ പറഞ്ഞത് ഖുർആൻ, ഇത് നേരത്തെ നമ്മളെന്താ പറഞ്ഞത്, ജിബ്രീൽ അള്ളാഹുവിൽ നിന്ന് ഖുർആൻ കേട്ടു എന്നല്ലേ ഇയാൾ പറഞ്ഞത്? അങ്ങനെയല്ല. അയാൾ പറഞ്ഞത് അള്ളാഹു ഖുർആൻ എന്ന ഒരു ആശയം പടച്ചു, ജിബ്രീൽ അത് നോക്കി മനസ്സിലാക്കി തൻ്റേതായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്നാണ്. ഈ തരം പിഴച്ച വാദങ്ങൾ പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നിട്ട് പറയണം സൂഫിസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു സമൂഹത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് തന്നെ ഒന്നാമത്തെ തെളിവാണ് ഇത് ഇസ്ലാമിൽ പെട്ടതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ വന്നപ്പോൾ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അടുത്ത കുടുംബങ്ങൾ അമീൻ എന്ന് വിളിച്ച ആളുകൾ അവിടുത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട്, നാട്ടിൽ കുഴപ്പങ്ങളുണ്ടായി, യുദ്ധങ്ങളുണ്ടായി. റസൂലുള്ള കൊണ്ടുവന്ന ദീൻ അതെ ചില സമയത്ത് ആൾക്കാർക്കിടയിൽ അത് അകൽച്ചയുണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? സത്യം അസത്യം വേർതിരിഞ്ഞപ്പോഴാണത്. അള്ളാഹുവിൻ്റെ ദീൻ ഇത് ശരിയായ രൂപത്തിൽ സ്വീകരിക്കുക എന്നത് ആവശ്യമാണ്. അതുകൊണ്ട് ഖുർആനിൽ അവതരിച്ച നബി ഹദീസിൽ വന്ന വിധിവിലക്കുകൾ അനുസരിക്കൽ എല്ലാവർക്കും ബാധ്യതയാണ്, വലിയാകട്ടെ വലിയല്ലാത്തവരാകട്ടെ. അത് അനുസരിക്കാതിരിക്കാൻ ഒരാൾക്കും ഒരു ഒഴിവ് കഴിവില്ല ഒരു കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ പിന്നെ അവൻ ഭ്രാന്തനാവും. ഭ്രാന്തനാണെങ്കിൽ അവന് ഭ്രാന്തൻ്റെ വിധിയാണുള്ളത്. അത് സൂഫികളിൽ ചിലർ പറയാറുണ്ട്. തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞേക്കാണ്, അദ്ദേഹം ഒരിക്കൽ സൂഫികളുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇവർ നിസ്കാരത്തിൽ അലറിക്കളി പെട്ടെന്ന് വെച്ചിട്ട് അലറും നിസ്കാരത്തിൽ. ശൈഖുൽ ഇസ്ലാം അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്യുന്നത് പാടില്ല, ഇത് വിലക്കപ്പെട്ട കാര്യമാണ്. നിസ്കാരത്തിൽ ത്വമഅനീനത്തിൽ അടക്കത്തോടും ഒതുക്കത്തോടു കൂടി നിൽക്കണമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ വിധി നമ്മളെ അവസ്ഥ തുമ്മുന്ന ആളെ പോലെയാണ്. തുമ്മുന്ന ആൾക്ക് തുമ്മൽ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതുപോലെ ഞങ്ങൾക്കിത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ തൈമിയ്യ പറയുന്നത് സുൽത്താൻ്റെ മുന്നിൽ വെച്ചാണ് ഈ വാദപ്രതിവാദം നടക്കുന്നത്. എന്താ ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ മുന്നിൽ വെച്ച് സുൽത്താനോട് ഞാൻ പറഞ്ഞു, സുൽത്താൻ നിങ്ങളുടെ വാൾ കുറച്ച് നേരത്തേക്ക് എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ ഒരു തുമ്മൽ നിർത്തിത്തരാം എന്ന് പറഞ്ഞു. കാരണം ഇത് ബോധപൂർവം ഉണ്ടാക്കുന്ന ഭ്രാന്തുകളാണ്. എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ വൈകാരികതകൾ പറഞ്ഞ് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നാട്ടിൽ ഇതിൻ്റെ പ്രചാരണം അത്രമാത്രം. മറ്റേ ഒരു തൊപ്പിയിട്ട് ഇങ്ങനെ കറങ്ങുന്ന ഡാൻസ്, സൂഫികളുടെ ഇബാദത്ത് ഇതാണ്. ഈ ഡാൻസും പാട്ടും, ഇങ്ങനെ പാട്ടുപാടി കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക,
ഏതോ ലോകത്ത്. എന്നിട്ട് ഈ അതിനായിട്ട് കുറേ സംഗീതജ്ഞർ ഇറങ്ങിയിട്ടുണ്ട് ഇത്തരം മ്യൂസിക്കുകൾ പ്രചരിപ്പിക്കാനായിട്ട്. സൂഫി മ്യൂസിക്, ഗസൽ മ്യൂസിക്. എന്നിട്ട് ഇത് ദീനാണെന്ന് ചോദിച്ചാൽ അടുക്ക ചില ആൾക്കാർ എന്തൊരു സൗന്ദര്യമാണ് ഈ ജീവിതത്തിന്. അള്ളാഹു തന്നെ സത്യം, ഈ ജീവിതം നശിച്ച ജീവിതമായിരിക്കണം. ശൈത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം നൽകില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലും അള്ളാഹുവിൻ്റെ ദീന് പിൻപറ്റുന്നതിലും 5 നേരം നിസ്കരിക്കുന്നതിലും അവനവൻ്റെ ബാധ്യതകൾ നിറവേറ്റുന്നതിലുമാണ് എല്ലാ സൗന്ദര്യമുള്ളത്. ഇങ്ങനെ ഈ തസവൂഫിൻ്റെ തരീഖത്തിൻ്റെ വഴികൾ, അതിൽ യാതൊരു മാനസിക സുഖവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനമായി പറയാനുള്ളത് നമുക്ക് നിർത്താം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അവസാനത്തെ ഗ്രന്ഥമാണ്. ഖുർആനിൻ്റെ കാര്യത്തിൽ അഹ്ലുസുന്നത്തിൻ്റെ അഖീദ 3 പോയിന്റുകൾ മാത്രം. ഇത് വലിയ വിഷയമാണ്, പക്ഷേ ഞാനത് പലതും ചുരുക്കി പറയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അഖീദയുടെ കിതാബുകൾ പിന്നീട് വിശദീകരിക്കുമ്പോൾ അതിൽ ചില ഭാഗങ്ങൾ കൂടുതൽ പറയാം. 3 അടിത്തറകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, അൽ ഖുർആനു കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്, അത് അവൻ്റെ സൃഷ്ടിയല്ല. ഇത് അഹ്ലുസുന്നത്തിൻ്റെ അഖീദയാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹു സംസാരിച്ചതാണ്. അവന് യോജിച്ച രൂപത്തിൽ, അവൻ്റെ മഹത്വത്തിനും പ്രതാപത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു സംസാരിച്ചതാണ് അവൻ്റെ ഖുർആൻ. അതുകൊണ്ട് സഹാബികൾ ഖുർആൻ കേൾക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയായിരുന്നു, കലാമു റബ്ബി കലാമു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സംസാരമാണിത്, എൻ്റെ റബ്ബിൻ്റെ സംസാരമാണിത്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു തവണ ഖുർആൻ ഓതി നോക്കൂ. അത് ശരിക്കും മനസ്സിലാലോചിച്ചിട്ട് അള്ളാഹുവിൻ്റെ കലാം ചിന്തിച്ചുകൊണ്ട് ഇത് അള്ളാഹു നിങ്ങളോട് പറയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതി നോക്കൂ. അത് നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും. അത് ഈമാൻ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹു സംസാരിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് അതിന് തെളിവാണ്. അള്ളാഹുവിൻ്റെ സംസാരം എന്നാണ് അള്ളാഹു ഖുർആനിനെ കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. ഹദീസുകളിലും അത് ധാരാളം വന്നിട്ടുണ്ട്. കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുർആനെ കുറിച്ച് കലാമുല്ലാഹ് എന്ന വാക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം കുഫ്റാണ്, ഇസ്ലാമിൽ പുറത്തു വന്ന കാര്യം. ഇത് ആദ്യ കാലഘട്ടത്തിൽ ജഹ്ം ഇബ്നു സഫ്വാൻ അയാൾ കൊണ്ടുവന്ന പിഴച്ച വാദങ്ങളുടെ ആരംഭം ഇതുമലായിരുന്നു. അയാൾ പറഞ്ഞു, ഇന്നല്ലാഹ ലം യുകല്ലിം മൂസ വലത്തഖദ ഇബ്രാഹിമ ഖലീല. ഇബ്രാഹീമിനെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചിട്ടില്ല, ഉറ്റമിത്രമായി ഖലീലായി അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. മൂസയോട് അള്ളാഹു സംസാരിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് തുടങ്ങിയത്. ജഹ്ം ഇബ്നു സഫ്വാനയുടെ പിഴച്ചവാദം ആരംഭിച്ചത് ഇങ്ങനെയാണ്. നമുക്കൊരു ചെറിയ പോയിന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അവൻ പറഞ്ഞു അള്ളാഹു സംസാരിക്കുകയില്ല, അള്ളാഹിൻ്റെ വിശേഷങ്ങൾ മൊത്തത്തിൽ നിഷേധിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ സംസാരമായ ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സംസാരം അത് സൃഷ്ടിയാണ് എന്ന് ഒരാൾ വാദിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ സഅമ അന്ന ഖൗല അല്ലാഹി അസ്സ വജല്ല യാ മൂസ ഇന്നഹു അനല്ലാഹുൽ അസീസുൽ ഹകീം മഖ്ലൂഖുൻ ഫഹുവ കാഫിറുൻ സിന്ദീഖുൻ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ കലാമിൽപ്പെട്ട ഒരു ആയത്ത് അത് സൃഷ്ടിയാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞാൽ ഫഹുവ കാഫിറുൻ സിന്ദീഖുൻ, കാഫിറാണ് സിന്ദീഖാണ്, നിരീശ്വരവാദിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് അദ്ദേഹം പറഞ്ഞു, മൻ ഖാല അൽ ഖുർആനു മഖ്ലൂഖുൻ ഫഹുവ സിന്ദീഖ്. ആരെങ്കിലും ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ സിന്ദീഖാണ്. സലഫുകളിൽപ്പെട്ട ധാരാളം പേർ ഇത് പറഞ്ഞിട്ടുണ്ട്. സുഫിയാൻ ഇബ്നു ഉയൈന അദ്ദേഹം പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹ് മൻ ഖാല മഖ്ലൂഖുൻ ഫഹുവ കാഫിർ. ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്, അത് ആരെങ്കിലും സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമൻ ശക്ക ഫീ കുഫ്രിഹി ഫഹുവ കാഫിർ. അവൻ കാഫിറാണെന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവനും കാഫിറാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാദം ഒരാൾ പറയുന്നത് കുഫറല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഇതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം അയാളത് പറഞ്ഞതിന് ശേഷം അയാൾ കാഫിറല്ല എന്ന് ഒരാൾ വാദിച്ചാൽ അവൻ കാഫിറാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അൽ ഖുർആനു ഹൈസു തസറഫ് ഫഹുവ കലാമുല്ലാഹ്. ഖുർആൻ ഏത് രൂപത്തിലേക്ക് മാറിയാലും, അതായത് ഖുർആൻ ഉദാഹരണത്തിന് ഒരാൾ പാരായണം ചെയ്തു, അല്ലെങ്കിൽ ഖുർആൻ ഒരു മുസ്ഹഫിൽ രേഖപ്പെടുത്തി, അല്ലെങ്കിൽ ഖുർആൻ ഒരാൾ ഹൃദയത്തിൽ മനഃപ്പാഠമാക്കി,
അല്ലെങ്കിൽ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏത് അവസ്ഥയിലായാലും ഖുർആൻ എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല. ഇത് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല എന്ന വാദം മുസ്ലിമീങ്ങൾക്കിടയിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞപ്പോൾ ബിദ്അത്തുകാർ പുതിയ വഴി കണ്ടെത്തി. അവർ പറഞ്ഞു, ഖുർആൻ ഞാൻ ഓതുന്ന സമയത്ത് അത് സൃഷ്ടിയാണ്. കാരണം എന്താ? എൻ്റെ വാക്കുകൾ സൃഷ്ടിയല്ലേ, ഞാൻ സംസാരിക്കുന്നതിൻ്റെ സൃഷ്ടി അള്ളാഹു പഠിച്ചതല്ലേ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഓതുമ്പോൾ എന്താണ്? ഖുർആൻ അത് സൃഷ്ടിയാണ്. അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിലേക്ക് എഴുതിയാൽ അത് സൃഷ്ടിയാണ്. ഉലമാക്കൾ പറഞ്ഞു, ഒരാൾ ഖുർആൻ ഗ്രന്ഥത്തിലേക്ക് എഴുതിയാൽ ആ മഷിയും ആ പേജുകളും ഏടുകളും ഇതൊക്കെ സൃഷ്ടിയാണ്. പക്ഷെ അതിൽ എഴുതപ്പെട്ട കാര്യം അതെന്തല്ല, അത് സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. നീ സംസാരിക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്താൽ നിൻ്റെ ശബ്ദവും നാവും നിൻ്റെ തൊണ്ട അനങ്ങുന്നതും ഇതൊക്കെ സൃഷ്ടിയാണ്. പക്ഷേ പാരായണം ചെയ്യപ്പെടുന്നത് എന്തല്ല, സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ടാണ് അവർ ചിലർ പറഞ്ഞു, അൽ കലാമു കലാമുൽ ബാരി വസ്സൗതു സൗത്തുൽ ഖാരി. ഖുർആൻ ഓതുമ്പോൾ, നിസ്കാരത്തിൽ ഖാരി ഖുർആൻ ഓതുമ്പോൾ അൽ കലാമു അവിടെ പാരായണം ചെയ്യപ്പെടുന്നത് എന്താണ്? കലാമുൽ ബാരി, അൽ ബാരിയായ അള്ളാഹുവിൻ്റെ സംസാരമാണ്. വസ്സൗതു സൗത്തുൽ ഖാരി, എന്നാൽ ആ കേൾക്കുന്ന ശബ്ദം, ആ ശബ്ദം എന്താണ്? അത് ഖാരിയുടേതാണ്, ഖുർആൻ ഓതുന്ന വ്യക്തിയുടേതാണ്. അപ്പോൾ ഇത് അഖീദയുടെ പാഠങ്ങളിൽ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അഖീദത്തുൽ വാസ്തിയോ മറ്റൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് കൂടുതൽ വിശദീകരിക്കാം. അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട് കുറേ വിഷയം, ഇത് ധാരാളം ബിദ്അത്തുകാർ പഴച്ച വാദങ്ങൾ പ്രചരിപ്പിച്ച വിഷയങ്ങളിലൊന്നാണ് അള്ളാഹുവിൻ്റെ കലാം എന്നത്, അള്ളാഹുവിൻ്റെ സംസാരം എന്നത് നിഷേധിക്കുകയും അതിൻ്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിൽ വലിയൊരു ഫിത്ന ഒരു കാലഘട്ടത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. അവസാനം ചില ആളുകൾ ഈ ഫിത്നക്കടുത്തിട്ട് അവസാനം മഅ്മൂനിനോട് ചിലർ പറഞ്ഞു എന്നാണ്, ഈ മുഅ്തസിലി ചിന്താഗതി പിൻപറ്റുന്ന ആളുകൾ അവർ ചിലർ പറഞ്ഞു എന്നാണ്, നിങ്ങൾ കഅബയുടെ മുകളിൽ എഴുതി വെക്കണം. എന്തെഴുതി വെക്കണം? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവൽ അസീസുൽ ഹക്കീം. സമീഉൽ ബസീർ എന്ന് എഴുതിയാൽ ഇവൻ്റെ വാദം പൊളിയുന്നുള്ളത് കൊണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ ആയത്ത് മാറ്റാൻ ഇവർ ആഗ്രഹിച്ചു എന്നാണ്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ഖാരിഈങ്ങളുടെ അടുക്കൽ, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളുകളുടെ അടുക്കൽ ചില ആളുകൾ, മുഅ്തസിലികളിൽപ്പെട്ട ചില ആളുകൾ വന്നിട്ട്, ജഹ്മികളിൽപ്പെട്ട ചില ആളുകൾ വന്നിട്ട് അവർ പറഞ്ഞു, വകല്ലമല്ലാഹു മൂസ തക്ലീമ എന്ന ആയത്ത് നിങ്ങളൊന്ന് മാറ്റി പഠിപ്പിക്കണം. വകല്ലമല്ലാഹു എന്നതിനു പകരം വകല്ലമല്ലാഹ മൂസ തക്ലീമ എന്ന് ഓതിക്കൊടുക്കണം. എന്താ തമ്മിൽ വ്യത്യാസം? കല്ലമല്ലാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു സംസാരിച്ചു എന്നാണ്. വകല്ലമല്ലാഹ എന്ന് പറഞ്ഞാലോ അള്ളാഹുവിനോട് മൂസ സംസാരിച്ചു എന്നാണ്. ഖുർആൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ ഈ ആയത്ത് മാറ്റാം. വേറെ ആയത്ത് ഖുർആനിലുണ്ട്, വകല്ലമഹു റബ്ബു, അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ റബ്ബ് സംസാരിച്ചു. അതെങ്ങനെ മാറ്റും? അത് മാറ്റാൻ പറ്റില്ല. അതെങ്ങനെ മാറ്റിയാലും ഈ പറഞ്ഞ ആശയം കിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല സംസാരത്തിൽ ഉള്ള ഈ വിഷയം അഹ്ലുസുന്നത്തിൻ്റെ അഖീദ, അതിൻ്റെ ഒരു വളരെ പ്രാഥമികമായ ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കിതാബുകളുടെ വിശ്വാസത്തിൽ ആളുകൾക്ക് സംഭവിക്കുന്ന ചില പിഴവുകളുണ്ട്. അതിലൊന്ന്, ഖുർആൻ ചില ആളുകൾ മുൻകാലത്ത് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുക, അതല്ലെങ്കിൽ ഖുർആനെ നിഷേധിക്കുക, യഹൂദരോ നസാറാക്കളോ ചെയ്തതുപോലെ. അതല്ലെങ്കിൽ ഖുർആനിലെ ചില ആയത്തുകളെ നിഷേധിക്കുക. ഉദാഹരണത്തിന് ബാത്തിനിയാക്കൾ ഈ കാലഘട്ടത്തിൽ കുറച്ച് മുൻപ് വരെ ലിബിയ ഭരിച്ചിരുന്ന ഭരണാധികാരി പറഞ്ഞിരുന്നതുപോലെ ഖുൽ ഹു അല്ലാഹു അഹദ് എന്നത് ഹു അല്ലാഹു അഹദ് എന്ന് പറയണം, ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് പറയാൻ പാടില്ല, അത് ബാത്തിനിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുഫ്രൻ വാദങ്ങൾ, അള്ളാഹുവിൻ്റെ കലാമുകൾ ചിലത് അംഗീകരിക്കുക ചിലത് അംഗീകരിക്കാതിരിക്കുക, ഇത് കിതാബുകളുടെ വിശ്വാസത്തിനെതിരാണ്. അതുപോലെ തന്നെ ഖുർആൻ അല്ലാത്ത ഗ്രന്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും വിധി തേടുക എന്നുള്ളത്. അള്ളാഹ് ഖുർആൻ അവതരിപ്പിച്ച് ഇതിലേക്ക് വിധി അന്വേഷിക്കുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിധി അന്വേഷിക്കുന്ന ഖുർആനാണ്. നമ്മുടെ കച്ചവടം, വിവാഹബന്ധം, തലാഖ്, എല്ലാ കാര്യത്തിലും.
അപ്പോൾ അനന്തരാവകാശം ഇന്ന് ചില ആളുകൾ നിങ്ങൾ കാണുന്നില്ല ഇറങ്ങുന്നത്, എൻ്റെ മക്കൾക്കുള്ളത് ഞാനിപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര ആണിന് ഒന്നും പെണ്ണിന് പകുതിയും ഒരു പറ്റില്ല, അത് അനീതിയാണ്, നഊദു ബില്ലാഹി മിൻ ദാലിക്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാറ്റുക എന്നത് കിതാബുകളുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഖുർആനിൽ എന്തെങ്കിലും വർധനവോ കുറവോ വന്നിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇതാണ് കിതാബുകളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم توفنا مسلمين والحقنا بالصالحين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اصلح لنا ديننا الذي هو عصمة أمرنا، واصلح لنا دنيانا التي فيها معاشنا، واصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم إنا نسألك بكل اسم هو لك سميت به نفسك وأنزلته في كتابك وعلمته أحد من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.